ഗുഡ് മോർണിംഗ് ഓൾ, വെൽക്കം ടു എ ഡ്രീം ക്ലാസ് റൂം. ഇന്ന് നമ്മൾ പുതിയൊരു പുസ്തകത്തിലേക്കാണ് കടക്കുന്നത്. ഇന്ത്യൻ സൊസൈറ്റി ഇമേജ് ആൻഡ് റിയാലിറ്റീസ്. ഇന്ത്യൻ സൊസൈറ്റി എന്നാണ് ഈ ബുക്കിൻ്റെ നെയിം. ഇന്ത്യൻ സൊസൈറ്റി ഇമേജ് ആൻഡ് റിയാലിറ്റി, BFOG 171 അതാണ് അതിൻ്റെ കോഡ്. സബ്ജക്റ്റ് ഇന്ത്യൻ സൊസൈറ്റി ഇമേജ് ആൻഡ് റിയാലിറ്റി. അതിലെ ഫസ്റ്റ് ബ്ലോക്കിലെ ഫസ്റ്റ് യൂണിറ്റ് ആണ്. ഏകദേശം അത് 3 ബ്ലോക്കുകളായിട്ടാണ് ക്രിയേറ്റ് ചെയ്തിട്ടുള്ളത്. ഫസ്റ്റ് ബ്ലോക്കിൽ 3 യൂണിറ്റും സെക്കൻഡ് ബ്ലോക്കിൽ 4 തൊട്ട് 10 വരെയുള്ള യൂണിറ്റുകളും തേർഡ് ബ്ലോക്കിൽ 11, 12 അങ്ങനെ മൊത്തത്തിൽ ഈ ബുക്കിൽ 12 യൂണിറ്റുകളാണ് വരിക. അതിലെ ബ്ലോക്ക് 1ലെ ഫസ്റ്റ് യൂണിറ്റ് ഏതാ നോക്കാം. സിവിലൈസേഷൻ ആൻഡ് കൾച്ചർ. നാഗരികതയും അതേപോലെ തന്നെ സംസ്കാരവും. ഇന്ത്യൻ നാഗരികതയെക്കുറിച്ചും സംസ്കാരത്തെക്കുറിച്ചുമാണ് നമ്മൾ ഈ യൂണിറ്റിലൂടെ വിശകലനം ചെയ്യാൻ പോകുന്നത്. നമുക്കറിയാം, ഇന്ത്യൻ സിവിലൈസേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ത്യൻ നാഗരികതയെക്കുറിച്ച് പറയുകയാണെങ്കിൽ ഒരുപാട് കാര്യങ്ങൾ അവിടെ ഇൻവോൾവ്ഡ് ആണ്. നമുക്ക് ചിലപ്പോൾ അത് ഹാരപ്പൻ നാഗരികതയിലേക്കും അതേപോലെ തന്നെ ഹരപ്പൻ സംസ്കാരത്തെക്കുറിച്ചും അതിനു മുന്നുള്ള കാലഘട്ടത്തെക്കുറിച്ചൊക്കെ ഗംഗാ നദീതട സംസ്കാരത്തെക്കുറിച്ചൊക്കെ നമുക്ക് പറയേണ്ടി വരും. അതുകൊണ്ട് തന്നെ ഇന്ത്യൻ നാഗരികത എത്രത്തോളം അനിവാര്യമായിരുന്നു, ഇന്ത്യൻ സംസ്കാരത്തെ അത് എത്രത്തോളം ആ നാഗരികതയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ഇന്ത്യൻ സംസ്കാരത്തെ അനുകൂലിച്ചിരുന്നു തുടങ്ങിയ കാര്യങ്ങളാണ് നമ്മൾ ഈ യൂണിറ്റിലൂടെ മനസ്സിലാക്കാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് ഈ നമ്മളുടെ ചാപ്റ്റർ യൂണിറ്റ് 1 സിവിലൈസേഷൻ ആൻഡ് കൾച്ചർ, അതിലെ ഫസ്റ്റ് ടോപ്പിക്കിലേക്കാണ് നമ്മൾ കടക്കുന്നത്. അപ്രോച്ചസ് ടു ദ സ്റ്റഡി ഓഫ് ഇന്ത്യൻ സിവിലൈസേഷൻ. അപ്രോച്ചസ് ടു ദ സ്റ്റഡി ഓഫ് ഇന്ത്യൻ സിവിലൈസേഷൻ. ഇന്ത്യൻ നാഗരികതയെ കുറിച്ചിട്ടുള്ള ഒരു പഠനമാണ് നമ്മളിവിടെ ആദ്യത്തെ ടോപ്പിക്കിലൂടെ പറയുന്നത്. ശ്രദ്ധിച്ചോളൂ. The term civilization come from the Latin word civis, meaning citizen or townsman. എന്താണ് civilization? The term civilization come from the Latin word. 2 ലാറ്റിൻ വേർഡുകളായിട്ടുള്ള civis എന്ന് പറഞ്ഞാൽ എന്താ? citizen and or townsman. അങ്ങനെ civis എന്നും ടൗൺസ്മാൻ എന്നും 2 ലാറ്റിൻ വേർഡുകളിൽ നിന്നാണ് സിവിലൈസേഷൻ എന്ന പദം രൂപം കൊണ്ടിട്ടുള്ളത്. The term civilization come from the Latin word civis. Civis meaning citizen or townsman. അപ്പോൾ 2 ലാറ്റിൻ പദങ്ങളായിട്ടുള്ള സിവിൽസിൽ നിന്നും ടൗൺസ്മാനിൽ നിന്നുമാണ്. സിവിൽസ് എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? സിറ്റിസൺ. അപ്പൊ ഈ 2 പദങ്ങളിൽ നിന്നുമാണ് സിവിലൈസേഷൻ എന്ന പദം രൂപീകൃതമായത്. And then the term assumes some agricultural practices, trade, some evidence of planned dwellings, multiple cultures, art, religion and some administrative and political structures. അതായത് ഈ വാക്കുകൊണ്ട് the term assume, ഈ പദം എന്താണ് ഇവിടെ അസ്യൂം ചെയ്യുന്നത്? അഗ്രികൾച്ചറൽ പ്രാക്ടീസ്. കാരണം ഈ സിവിലൈസേഷൻ എന്ന പദം അസ്യൂം ചെയ്യുന്നത് എന്തിനെ കുറിച്ചാണ്? അഗ്രികൾച്ചറൽ പ്രാക്ടീസ്, ഒരു കാർഷിക പ്രവർത്തനത്തിനെയാണ് ഇത് അസ്യൂം ചെയ്യുന്നത്. കാരണം ഇന്ത്യ എന്ന് പറയുന്നത് ഒരു കാർഷിക രാജ്യമാണ്. കൃഷിയെ മാത്രം, ഒരു കാലഘട്ടത്തിൽ 100% ജനങ്ങൾ ഉണ്ടെങ്കിൽ അതിലെ 75-80% ആളുകളും കൃഷിയെ മാത്രം ഡിപ്പെൻഡ് ചെയ്തുകൊണ്ട് ജീവിച്ചിരുന്ന ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു ഇന്ത്യക്ക്. അതുകൊണ്ട് തന്നെ ഒരു ഇന്ത്യൻ നാഗരികതയെ കുറിച്ച് നമ്മൾ പറയുമ്പോൾ അവിടെ എന്തിന് ഊന്നൽ നൽകണം? അഗ്രികൾച്ചറിന് ഊന്നൽ നൽകണം. കാരണം ഇന്ത്യയുടെ കാർഷിക വസ്തുക്കൾ വിപണനം ചെയ്യുന്നതിനും അത് കമ്പോളത്തിലേക്ക് എത്തിക്കുന്നതിനും അത് മറ്റു രാജ്യങ്ങളിലേക്ക് എക്സ്പോർട്ട് നടത്തുന്നതിനുമൊക്കെയുള്ള ഒരു പ്രധാന ഘടകമായിട്ടാണ് ഇന്ത്യൻ നാഗരികത ഉയർന്നു വന്നത്. അതുകൊണ്ട് തന്നെ ഇന്ത്യൻ സിവിലൈസേഷൻ എന്തിവിടെ അസ്യൂം ചെയ്യുന്നുണ്ട്? അഗ്രികൾച്ചറൽ പ്രാക്ടീസസ്. ഇന്ത്യൻ സിവിലൈസേഷൻ ഇവിടെ എന്താണ് അസ്യൂം ചെയ്യുന്നത്? അഗ്രികൾച്ചറൽ പ്രാക്ടീസസ്. ട്രേഡ് വ്യാപാരം,
അതേപോലെ തന്നെ എവിഡൻസ് ഓഫ് പ്ലാൻഡ് ഡ്വെല്ലിങ്സ്, മൾട്ടിപ്പിൾ കൾച്ചേഴ്സ്, ആസൂത്രണ രീതികളും വ്യത്യസ്ത തരമായ സംസ്കാരവും ആർട്ടും റിലീജിയൻ ആൻഡ് അഡ്മിനിസ്ട്രേറ്റീവ് ആൻഡ് പൊളിറ്റിക്കൽ സ്ട്രക്ചേഴ്സ്. അപ്പൊ ഇത്രയും കാര്യങ്ങളെല്ലാം ഉൾക്കൊള്ളുന്നതാണ് ഏത്? ഇന്ത്യൻ സിവിലൈസേഷൻ. ദ ടേം അസ്യൂം എന്ന് പറഞ്ഞാൽ ഏതാ? ഏത് ടേമാണ് ഇവിടെ അസ്യൂം ചെയ്യുന്നത്? സിവിലൈസേഷൻ എന്ന ടേം എന്നത് കൊണ്ട് എന്താണ് ഇവിടെ അർത്ഥമാക്കുന്നത്? അഗ്രികൾച്ചറൽ പ്രാക്ടീസ്, ട്രേഡ്, അതേപോലെ തന്നെ പ്ലാൻഡ് ഡ്വെല്ലിങ്സ്, മൾട്ടിപ്പിൾ കൾച്ചേഴ്സ്, ആർട്ട്, റിലീജിയൻ, അഡ്മിനിസ്ട്രേറ്റീവ്, പൊളിറ്റിക്കൽ സ്ട്രക്ചേഴ്സ്, ഇത്രയും കാര്യങ്ങൾ ഇവിടെ ഈ ടേം, ഈ സിവിലൈസേഷൻ എന്ന പദം അസ്യൂം ചെയ്യുന്നു. ആൻഡ് ദെൻ thus the Indus Valley civilization of society is revealed to us through its effect and monuments is considered a civilization. ഒരു നാഗരികതയെ പരിഗണിക്കുകയാണെങ്കിൽ, ഒരു നാഗരികതയെ നമ്മൾ കൺസിഡർ ചെയ്യുകയാണെങ്കിൽ അത് ഏത് സിവിലൈസേഷനുമായി ബന്ധപ്പെട്ടുകൊണ്ടാണ്? ഇൻഡസ് വാലി സിവിലൈസേഷൻ. അതായത് ഒരു നാഗരികതയെ നമ്മൾ പരിഗണിക്കുകയാണെങ്കിൽ അവിടെ ഏത് നാഗരികതയെയാണ് നമ്മൾ പരിഗണിക്കുക എന്നാ പറയുന്നത്? ഇൻഡസ് വാലി സിവിലൈസേഷൻ. ഇപ്പോ ഒരു നാഗരികതയെ നമ്മൾ ഇവിടെ കൺസിഡർ ചെയ്യാൻ ശ്രമിക്കുമ്പോൾ അവിടെ ഇൻഡസ് വാലി സിവിലൈസേഷനെ ആയിരിക്കാം പരിഗണിക്കേണ്ടത്. അപ്പൊ നമുക്കറിയാം, ഏത് സിവിലൈസേഷനെ കൺസിഡർ ചെയ്യുകയാണെങ്കിലും അവിടെ എന്തിനെ അവിടെ കണക്കാക്കപ്പെടുന്നു എന്നാ പറയുന്നത്? ഇൻഡസ് വാലി സിവിലൈസേഷനെയാണ് അവിടെ എന്ത് ചെയ്യുന്നത്? സ്വാധീനിക്കുന്നത്. India is considered one of oldest continuing civilization because its origins trace back to the Harappan civilization. അതേപോലെ തന്നെ ഇന്ത്യ ഏതിനെയും പരിഗണിക്കുന്നുണ്ട്? ഹാരപ്പൻ നാഗരികതയിലേക്കും. ഇന്ത്യൻ സിവിലൈസേഷനെ പരിശോധിക്കുമ്പോൾ ഹാരപ്പൻ നാഗരികതയിലേക്കും അത് കടന്നു പോകുന്നു. അപ്പൊ നമ്മൾ നാഗരികതയെ നോക്കുമ്പോൾ ഏതൊക്കെ നാഗരികതയ്ക്കാണ് ഇവിടെ പ്രാധാന്യം കൊടുക്കുന്നത്? ഇൻഡസ് വാലി സിവിലൈസേഷനും ഹാരപ്പൻ സിവിലൈസേഷനും. നമ്മൾ നാഗരികതയെ കുറിച്ച് പരിശോധിക്കുകയാണെങ്കിൽ രണ്ട് തരത്തിലുള്ള സംസ്കാരം, രണ്ട് നാഗരികതയാണ് ഇവിടെ നിലനിന്നിരുന്നത്: ഇൻഡസ് വാലി സിവിലൈസേഷൻ ആൻഡ് ഹാരപ്പൻ സിവിലൈസേഷൻ. അതുകൊണ്ട് തന്നെ നമുക്ക് പ്രധാനമായും ഈ ഇന്ത്യൻ സിവിലൈസേഷന്റെ പ്രധാനപ്പെട്ട അപ്രോച്ചുകൾ ഏതൊക്കെ, സമീപനങ്ങൾ ഏതൊക്കെയെന്ന് നമുക്ക് നോക്കാം. കാറ്റലോഗ് അപ്രോച്ച്, കൾച്ചറൽ എസൻസ് അപ്രോച്ച്, അതേപോലെ തന്നെ കൾച്ചറൽ കമ്മ്യൂണിക്കേഷൻ അപ്രോച്ച്, അപ്രോച്ചിങ് ഇന്ത്യ ആസ് എ ടൈപ്പ്. അപ്പൊ 4 രീതിയിലാണ് ഇന്ത്യൻ സിവിലൈസേഷന്റെ സമീപനം ഉള്ളത്: കാറ്റലോഗ് അപ്രോച്ച്, കൾച്ചറൽ എസൻസ് അപ്രോച്ച്, കൾച്ചറൽ കമ്മ്യൂണിക്കേഷൻ അപ്രോച്ച്, അപ്രോച്ചിങ് ഇന്ത്യ ആസ് എ ടൈപ്പ്. അപ്പൊ ഇത്രയും കാര്യങ്ങൾ കുട്ടികളെ, നിങ്ങൾ ഇത്രയും കാര്യങ്ങളാണ് അതിൽ ഷോർട്ടായിട്ട് നിങ്ങൾ എഴുതിയെടുക്കേണ്ടത് കേട്ടോ. അപ്പൊ നിങ്ങൾ ഇന്ത്യൻ സൊസൈറ്റി എന്ന് പറഞ്ഞ ഈ ബുക്കിലെ ഫസ്റ്റ് യൂണിറ്റ് ആണ്. ഇതിലെ അപ്രോച്ചസ് ടു ദ സ്റ്റഡി ഓഫ് ഇന്ത്യൻ സിവിലൈസേഷൻ ചോദിച്ചു കഴിഞ്ഞാൽ അതിന്റെ ആദ്യത്തെ ഇൻട്രൊഡക്ഷൻ ഈ പോയിന്റുകൾ കൊടുക്കുക. അതേപോലെ അതിന്റെ അപ്രോച്ചസിനെ 4ആയി തിരിച്ചിട്ടുണ്ട്. കാറ്റലോഗ് അപ്രോച്ച് ഉണ്ട്, കൾച്ചറൽ എസൻസ് അപ്രോച്ച് ഉണ്ട്, കൾച്ചറൽ കമ്മ്യൂണിക്കേഷൻ അപ്രോച്ച് ഉണ്ട്, അപ്രോച്ചിങ് ഇന്ത്യ ആസ് എ ടൈപ്പ് ഉണ്ട്. ഇനി അതിൽ നമുക്ക് ഫസ്റ്റ് നോക്കാം. അതായത് കാറ്റലോഗിങ് ഓഫ് ട്രയൽസ്. കാറ്റലോഗിങ് ഓഫ് ട്രയൽസ് എന്താണ്? കാറ്റലോഗിങ് ഓഫ് ട്രയൽസ് എന്ന് പറഞ്ഞാല് ശ്രദ്ധിച്ചോളൂ, എന്താണ് ഉദ്ദേശിക്കുന്നത് നോക്കിക്കോളൂ. ഇന്ത്യ ആസ് പോപ്പുലേഷൻ റിഫ്ലക്ട് ഡൈവേഴ്സിറ്റി വിച്ച് മേ ബി എക്സ്പ്ലിക്കബിൾ ഇൻ ടേംസ് ഓഫ് ജോഗ്രഫിക്കൽ, ഇക്കോളജിക്കൽ, regional class or religious differences. India at its population reflect. ഇന്ത്യയുടെ ജനസംഖ്യയെ ഇവിടെ എങ്ങനെയാണ് റിഫ്ലക്ട് ചെയ്യുന്നത്? ഡൈവേഴ്സിറ്റി. കാരണം ഇന്ത്യ ഒരു ഡൈവേഴ്സിഫൈഡ് കൺട്രിയാണ്, വൈവിധ്യങ്ങൾ നിറഞ്ഞ രാജ്യമാണ് ഇന്ത്യ. എന്തുകൊണ്ടാണ് ഇന്ത്യയെ ഡൈവേഴ്സിഫൈഡ് കൺട്രി എന്ന് പറയാനുള്ള കാരണം ഡിഫറൻറ്റ് കൾച്ചർ, ഡിഫറൻറ്റ് ലാംഗ്വേജ്, ഡിഫറൻറ്റ് റിലീജിയൻ, ഡിഫറൻറ്റ് കാസ്റ്റ്, ഡിഫറൻറ്റ് ഫുഡ്, ഡിഫറൻറ്റ് ഡ്രസ്സിങ് എല്ലാം ഇന്ത്യയിൽ ഡിഫറൻ്റ് ആണ്.
പക്ഷെ അവയൊക്കെ എങ്ങനെയാണ്? യൂണിഫൈഡ് ആണ്, അവയെല്ലാം ഒരുമിക്കുന്നുമുണ്ട്. അതാണ് നമ്മുടെ രാജ്യത്തിന്റെ ഏറ്റവും വലിയ പ്രത്യേകത. കാരണം മറ്റുള്ള രാജ്യങ്ങളെ നോക്കുമ്പോൾ മറ്റുള്ള രാജ്യങ്ങളെയും ഇന്ത്യയും കമ്പയർ ചെയ്യുമ്പോൾ ഇന്ത്യയുടെ സംസ്കാരം ഡൈവേഴ്സിഫൈഡ് ആണ്, ഡിഫറൻ്റ് ആണ്. പക്ഷേ ആ ഡിഫറൻ്റ് ആയ സംസ്കാരമാണെങ്കിൽ പോലും നമ്മൾ എല്ലാവരും എങ്ങനെയാണ്? യൂണിറ്റിയാണ്. സെക്കുലർ കൺട്രി. ഇന്ത്യ ഒരു മതേതര രാഷ്ട്രമാണ്. അതാണ് ഇന്ത്യയുടെ ഏറ്റവും വലിയ പ്രധാനപ്പെട്ട ഒരു ഘടകം എന്ന് പറയുന്നത്, പ്രധാനപ്പെട്ട ഒരു കാര്യം. കാരണം ഇന്ത്യയെ വ്യത്യസ്തമാക്കുന്ന പ്രധാന ഒരു ഘടകം അതാണ്. കാരണം ഇന്ത്യ ഒരു സെക്കുലർ കൺട്രി, ഒരു മതേതര രാഷ്ട്രമാണ്. എല്ലാത്തിനും ഇമ്പോർട്ടൻറ്റ് കൊടുക്കുന്നുണ്ട്. ഇന്ത്യയിൽ നമുക്കറിയാം, നമ്മൾക്ക് ഒരുപാട് ഭാഷകൾ നമ്മൾ കൈകാര്യം ചെയ്യുന്നുണ്ട് അല്ലെ. ഓരോ ഡിസ്ട്രിക്റ്റിലും അതേപോലെ തന്നെ ഓരോ സ്റ്റേറ്റിലും ഡിഫറെന്റ് ലാംഗ്വേജ് ആണ്, ഡിഫറെന്റ് ഡ്രസ്സിങ് ആണ്, ഡിഫറെന്റ് ഫുഡാണ്, ഡിഫറെന്റ് ജോബാണ്. അങ്ങനെ എല്ലാം ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഡൈവേഴ്സിഫൈഡ് ആണ്. എന്നിട്ടും അവയെയൊക്കെ ഇന്ത്യൻ പോപ്പുലേഷൻ അതിനെയൊക്കെ എന്ത് ചെയ്യുന്നുണ്ട്? എല്ലാവരും ഡൈവേഴ്സിഫൈഡ് ആണെങ്കിൽ പോലും എല്ലാവരും ഒന്നായി നിലനിൽക്കുന്ന ഒരു രാജ്യമായതുകൊണ്ട് തന്നെ ഇന്ത്യൻ നാഗരികതയിൽ പ്രധാനപ്പെട്ട ഘടകമാണ് ഈ ഡൈവേഴ്സിഫിക്കേഷൻ. And then India and its population reflect diversity which may be explicable in terms of ഏതൊക്കെ കാര്യങ്ങളിലാണ് ഇവിടെ ഡൈവേഴ്സിഫൈഡ് ആയിരിക്കുന്നത്? ജോഗ്രഫിക്കൽ, ഭൂമിശാസ്ത്രപരമായിട്ട്, ഇക്കോളജിക്കൽ, പ്രകൃതിപരമായിട്ട്, റീജിയണൽ പ്രാദേശികപരമായിട്ട്, റിലീജിയസ് മതപരമായിട്ട്. ഈ കാര്യങ്ങളിലൊക്കെ ഇന്ത്യ എങ്ങനെയാണ് എന്നാ പറയുന്നത്? ഡിഫറൻസ് ആണ്. അതുകൊണ്ടാണ് ഇന്ത്യൻ പോപ്പുലേഷൻ റിഫ്ലക്റ്റ് ആണ് എന്ന് പറയാനുള്ള കാരണം. അപ്പൊ ആ പോയിന്റ് നിങ്ങൾക്ക് വ്യക്തമായിട്ടുണ്ടായിരിക്കും. ഇന്ത്യൻ പോപ്പുലേഷൻ ഒരു റിഫ്ലക്റ്റിംഗ് ആണ് എന്ന് ഇവിടെ പറയുന്നുണ്ടെങ്കിൽ അതിന്റെ കാരണം എന്താണ്? ഇന്ത്യൻ പോപ്പുലേഷൻ റിഫ്ലക്റ്റിംഗ് ആണ് എന്ന് പറയുന്നുണ്ടെങ്കിൽ അതിന്റെ കാരണം എന്താണ്? നമുക്കറിയാം, ഇന്ത്യ പ്രതിനിധീകരിക്കുന്ന വ്യതിയാനങ്ങളും വ്യത്യാസങ്ങളും എങ്ങനെയൊക്കെയാണ്? ഭൂമിശാസ്ത്രപരമായിട്ടും പാരിസ്ഥിതികപരമായിട്ടും പ്രാദേശികപരമായിട്ടും ജാതി മതപരമായിട്ടൊക്കെ വ്യത്യാസങ്ങൾ നിലനിൽക്കുന്നതിനാൽ ഇന്ത്യയും അതിന്റെ ജനസംഖ്യയും എന്ത് ചെയ്യുന്നു? പ്രതിഫലിക്കപ്പെടുന്നു. അതുകൊണ്ടാണ് പോപ്പുലേഷൻ ഇവിടെ എന്ത് ചെയ്യപ്പെടാനുള്ള കാരണം? റിഫ്ലക്റ്റ് ആവാനുള്ള കാരണം. ഇന്ത്യൻ പോപ്പുലേഷൻ റിഫ്ലക്ട് ചെയ്യാനുള്ള കാരണം എന്താ? ഇന്ത്യയിലെല്ലാം ഡൈവേഴ്സിഫൈഡാ. ഡൈവേഴ്സിഫൈഡ് കാരണം എന്താണ്? വ്യത്യസ്തമാണ്. ജോഗ്രഫിക്കലായിട്ടും ഇക്കോളജിക്കലായിട്ടും റീജിയണലായിട്ടും റിലീജിയസ് ആയിട്ടും ഒക്കെ ഇന്ത്യ എങ്ങനെയാണ്? ഡിഫറൻസ് ആണ്. അതുകൊണ്ടാണ് ഇന്ത്യൻ പോപ്പുലേഷൻ റിഫ്ലക്റ്റ് ആണ് എന്ന് പറയാനുള്ള കാരണം. ആൻഡ് ദെൻ അടുത്ത പോയിന്റിലേക്ക് നമുക്ക് കടക്കാം. കൾച്ചറൽ എസൻസ് അപ്രോച്ച്, റീഡിംഗ് ഓഫ് കൾച്ചറൽ എസൻസ്. ഈ പോയിന്റ് തന്നെയാണ് കേട്ടോ ഇവിടെ എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. ഈ അപ്രോച്ചുകൾ ടീച്ചർ 4ആയി തിരിച്ചു തന്നിരുന്നു. അതിലെ കാറ്റലോഗ് അപ്രോച്ച് ആണ് കാറ്റലോഗിങ് ഓഫ് ട്രേറ്റ്സ് എന്ന് പറയണത്. ഇനി കൾച്ചറൽ എസൻസ് അപ്രോച്ചിനെ എങ്ങനെ പറയാം? റീഡിംഗ് ഓഫ് കൾച്ചറൽ എസൻസ്. റീഡിംഗ്, സംസ്കാരത്തെ നമുക്ക് ഇവിടെ എന്ത് ചെയ്യാണ്? റീഡിംഗ് ചെയ്യാണ്, വായിക്കാണ്. അപ്പൊ ഏത് രീതിയിലാണ് കൾച്ചറൽ എസൻസിനെ റീഡ് ചെയ്യുന്നത് നോക്കാം. That approach entails discovery of essential style and process the cultural essence truly representative of Indian civilization since its inception but not trait or content. അപ്പൊ ഇവിടെ എന്താണ് അവിടെ ഉദ്ദേശിക്കുന്നത്? റീഡിംഗ് ഓഫ് കൾച്ചറൽ എസൻസ് എന്നതുകൊണ്ട് എന്താണ് അർത്ഥമാക്കുന്നത്? അതായത് ഈ സമീപനം ഇന്ത്യൻ നാഗരികതയുടെ തുടക്കം മുതൽ തന്നെ അതിന്റെ യഥാർത്ഥ പ്രതിനിധിയായി സാംസ്കാരിക ശൈലി കണ്ടെത്തുന്നതിനും അത് പ്രോസസ് ചെയ്യുന്നതിനും സഹായിക്കുന്നു. അപ്പൊ ഈ ഒരു അപ്രോച്ച് നാഗരികതയുടെ തുടക്കം മുതൽ തന്നെ അതിന്റെ യഥാർത്ഥ പ്രതിനിധിയായി സാംസ്കാരികത്തിന്റെ ആ സത്തയെ അല്ലെങ്കിൽ ആ ശൈലി, ആ സ്റ്റൈല്, എസെൻഷ്യൽ ആണ് ആ സത്ത. Essential means discovery of essential style and process the cultural essence. സംസ്കാരത്തിന്റെ ആ സത്തയെ, എസെൻഷ്യലിനെയും ശൈലിയെയും എന്ത് ചെയ്യുന്നു? കണ്ടെത്തുന്നതിനും പ്രോസസ് ചെയ്യുന്നതിനും സഹായിക്കുന്നു. മാത്രമല്ല സ്വഭാവ സവിശേഷതയെ
ഇന്ത്യൻ സിവിലൈസേഷൻ സിൻസ് ഇറ്റ് ഇൻസെപ്ഷൻ ബട്ട് നോട്ട് ട്രയറ്റ് ഓർ കണ്ടന്റ് എന്നാ പറയുന്നത്. മാത്രല്ല അത് അതിന്റെ സ്വഭാവ സവിശേഷതയെ ഉള്ളടക്കമോ അല്ല. അപ്പോ വെറും അത് അതിന്റെ സ്വഭാവ സവിശേഷതയുടെ കണ്ടന്റ് മാത്രല്ല, അത് മൊത്തത്തിലുള്ള കാര്യങ്ങൾക്കാണ് പ്രാധാന്യം കണ്ടെത്തുന്നത്. ഇപ്പൊ ഇന്ത്യൻ അപ്രോച്ച് entails discovery of essential style and process, the cultural essence truly representative of Indian civilization since its inception but not trait or content. അതായത് ഈ സമീപനം ഇന്ത്യൻ നാഗരികതയുടെ തുടക്കം മുതൽ തന്നെ അതിന്റെ യഥാർത്ഥ പ്രതിനിധിയായി സാംസ്കാരിക സത്ത അല്ലെങ്കിൽ ശൈലി കണ്ടെത്തുന്നതിനും പ്രോസസ് ചെയ്യുന്നതിനും സഹായിക്കുന്നു. മാത്രമല്ല സ്വഭാവ സവിശേഷതയോ ഉള്ളടക്കമോ അല്ല, സാംസ്കാരിക സത്ത ഇന്ത്യയെ അതിന്റെ യഥാർത്ഥ ആത്മാവിൽ പ്രതിഫലിപ്പിക്കുന്നു. അപ്പോ അത് വെറും ഒരു കണ്ടന്റിലൂടെ മാത്രം ഉൾക്കൊള്ളുന്നതല്ല, അതിന് ഇന്ത്യയുടെ യഥാർത്ഥ ആത്മാവിലേക്ക് ഇറങ്ങിച്ചെന്നുകൊണ്ടാണ് അത് പ്രതിനിധീകരിക്കുന്നത്. The cultural essence reflect India in its true spirit, which has embodied over the years in the wake of historical values, other exigencies. അതേപോലെ തന്നെ പിന്നെന്താണ് അവിടെ ഉദ്ദേശിക്കുന്നത്? അതായത് ചരിത്രപരവും മറ്റ് രീതിയിലൂടെയുള്ള അത് ഇന്ത്യയെ സ്ഥിതി വിവര കണക്കനുസരിച്ച് അളക്കാൻ കഴിയില്ലെന്ന് അത് സൂചിപ്പിക്കുന്നു. ഇന്ത്യ ഈസ് നോട്ട് സ്റ്റാറ്റിസ്റ്റിക്കലി മെഷറബിൾ. അപ്പോ ദ കൾച്ചറൽ എസൻസ് റിഫ്ലക്ട് ഇന്ത്യ ഈസ് ട്രൂ സ്പിരിറ്റ് which it has embodied over the years in the wake of historical and various other extraneous. It indicates India is not statistically measurable. അതായത് എന്താണ് അവിടെ ഉദ്ദേശിക്കുന്നത്? ശ്രദ്ധിച്ചോളൂ. സാംസ്കാരിക സത്ത ഇന്ത്യയെ അതിന്റെ യഥാർത്ഥ ആത്മാവിൽ പ്രതിഫലിക്കുന്നു. ചരിത്രവും മറ്റ് ആവശ്യകതകളുടെ പശ്ചാത്തലത്തിൽ അത് വർഷങ്ങളായി ഉൾക്കൊള്ളുകയും ഇന്ത്യയെ സ്ഥിതി വിവരക്കണക്കനുസരിച്ച് അളക്കാൻ കഴിയില്ലെന്ന് അത് സൂചിപ്പിക്കുകയും ചെയ്യുന്നു. അപ്പൊ ഇവിടെ കൾച്ചറൽ എസൻസ് റിഫ്ലക്ട് ഇന്ത്യ ഈസ് ട്രൂ സ്പിരിറ്റ് which it has embodied over the years in the wake of historical values other extraneous. ഇന്ത്യയെ ചരിത്രപരമായിട്ടാണ് എന്ത് ചെയ്യേണ്ടത്? മനസ്സിലാക്കേണ്ടത്, അല്ലാതെ സ്റ്റാറ്റിസ്റ്റിക്കൽ ആയിട്ടല്ല മെഷറബിൾ ചെയ്യേണ്ടത് എന്നാണ് ഇവിടെ പറയുന്നത്. ഇന്ത്യയെ അളക്കാൻ ശ്രമിക്കുകയാണെങ്കിൽ ആ ഇന്ത്യനെ എങ്ങനെ മെഷർ ചെയ്യണം എന്നാ പറയുന്നത്? ചരിത്രപരമായിട്ട് വേണം, ഹിസ്റ്റോറിക്കൽ ആയിട്ട് വേണം ഇന്ത്യയെ മെഷർ ചെയ്യാൻ, അതല്ലാതെ സ്റ്റാറ്റിസ്റ്റിക്കൽ ആയിട്ട് ഒരിക്കലും മെഷർ ചെയ്യാൻ കഴിയില്ല എന്നാണ് അവിടെ വ്യക്തമാക്കുന്നത്. ഇനി നമുക്ക് മൂന്നാമത്തെ പോയിന്റ് ആണ് മനസ്സിലാക്കാനുള്ളത്, ദ സ്റ്റഡി ഓഫ് കൾച്ചറൽ കമ്മ്യൂണിക്കേഷൻ. അതെന്താ എന്ന് നമുക്ക് പരിശോധിക്കാം. അപ്പോ അടുത്ത ആ പോയിന്റിൽ വരുന്ന മറ്റൊരു പോയിന്റാണ് നമ്മൾ അപ്രോച്ചസ് 4 ഉണ്ട് പറഞ്ഞിരുന്നു. കാറ്റലോഗ് അപ്രോച്ചും, കൾച്ചറൽ എസൻസ് അപ്രോച്ചും, കൾച്ചറൽ കമ്മ്യൂണിക്കേഷൻ അപ്രോച്ചും, അപ്രോച്ചിങ് ഇന്ത്യ ആസ് എ ടൈപ്പ്. അതിൽ നമ്മൾ എടുക്കുന്നത് കമ്മ്യൂണിക്കേഷൻ അപ്രോച്ചിൽ വരുന്നതാണ് സ്റ്റഡി ഓഫ് കൾച്ചറൽ കമ്മ്യൂണിക്കേഷൻ. ദ സ്റ്റഡി ഓഫ് കൾച്ചറൽ കമ്മ്യൂണിക്കേഷൻ ആ കമ്മ്യൂണിക്കേഷൻ അപ്രോച്ചിൽ വരുന്നത് തന്നെയാണ് കേട്ടോ സ്റ്റഡി ഓഫ് കൾച്ചറൽ കമ്മ്യൂണിക്കേഷൻ. അപ്പൊ എന്താണ് സ്റ്റഡി ഓഫ് കൾച്ചറൽ കമ്മ്യൂണിക്കേഷൻ എന്ന് പറഞ്ഞാൽ നോക്കാം. അതായത് the cultural communication approach entails focusing on the ways and process through which the content of the civilization system are transmitted and communicated through different level of society. അതായത് സമൂഹത്തിലെ വ്യത്യസ്തപരമായ കാര്യങ്ങൾ നോക്കുമ്പോൾ ഈ കൾച്ചറൽ കമ്മ്യൂണിക്കേഷനിൽ നിന്ന് എന്ത് സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ്? ട്രാൻസ്മിഷൻ മാറ്റം സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. The cultural communication approach entails focusing on the ways and process through which the content of the civilizational system. അതായത് നാഗരികതയുടെ ഉള്ളടക്കം എന്ന് പറയുന്നത് തന്നെ കൾച്ചറൽ കമ്മ്യൂണിക്കേഷൻ ആണ്. ഇന്ന് അതിൽ എന്ത് സംഭവിക്കുന്നു? ട്രാൻസ്മിറ്റഡ് ആൻഡ് കമ്മ്യൂണിക്കേറ്റഡ് ത്രൂ ഡിഫറെന്റ് ലെവൽ ഓഫ് സൊസൈറ്റി. സമൂഹത്തിന്റെ വ്യത്യസ്ത രീതിക്കനുസരിച്ച് നാഗരികതയിൽ ഇന്ന് എന്ത് സംഭവിക്കുന്നു? ട്രാൻസ്മിഷനും കമ്മ്യൂണിക്കേഷനും സംഭവിക്കുന്നു.
Cultural communication approach entails focusing on the ways and process through which the content of the civilizational system. Cultural communication എന്ന് പറയുന്നത് ഏതിന്റെ കണ്ടന്റ് ആണ്? സിവിലൈസേഷന്റെ കണ്ടന്റ് ആണ്, ഉള്ളടക്കമാണ്. പക്ഷെ അതിൽ എന്ത് സംഭവിക്കുകയാണ്? ട്രാൻസ്മിറ്റഡ് മാറ്റവും സംഭവിക്കുന്നുണ്ട്, കമ്മ്യൂണിക്കേറ്റഡും ആവുന്നുണ്ട്. കാരണം ത്രൂ ദ ഡിഫറെന്റ് ലെവൽ ഓഫ് സൊസൈറ്റി, സമൂഹത്തിലെ വ്യത്യസ്ത തരത്തിൽ ഈ സിവിലൈസേഷനിൽ എന്ത് സംഭവിക്കുകയാണ്? ട്രാൻസിഷനും അതേപോലെ തന്നെ കമ്മ്യൂണിക്കേഷനും സംഭവിക്കുന്നു. ഇറ്റ് ഡ്രോ അറ്റൻഷൻ ടുവേർഡ് സ്ട്രക്ചറൽ ഇന്റഗ്രേഷൻ ഓഫ് ദ ഇന്ത്യൻ സിവിലൈസേഷൻ. അതുകൊണ്ട് തന്നെ സ്ട്രക്ചറൽ ഇന്റഗ്രേഷൻ എന്താണ്? സ്ട്രക്ചറൽ ഇന്റഗ്രേഷൻ എന്ന് പറഞ്ഞാൽ ഘടനാപരമായിട്ടുള്ള ഒരു കൂട്ടായ്മ. സ്ട്രക്ചറൽ എന്ന് പറഞ്ഞാൽ എന്താ? ഘടന. സ്ട്രക്ചറൽ ഇന്റഗ്രേഷൻ എന്ന് പറഞ്ഞാൽ എന്താ? ഘടനാപരമായിട്ടുള്ള ഒരു ഇന്റഗ്രേഷന് ഏത് സിവിലൈസേഷൻ കാരണമാകുന്നു? ഇന്ത്യൻ സിവിലൈസേഷൻ, ഇന്ത്യൻ നാഗരികത. അപ്പൊ ഇന്ത്യൻ നാഗരികത എന്തിന് കാരണമാകുന്നുണ്ട്? ഘടനാപരമായിട്ടുള്ള ഒരു ഇന്റഗ്രേഷന് കാരണമാകുന്നുണ്ട്. ഇന്ത്യൻ നാഗരികത എന്തിന് കാരണമാകുന്നുണ്ട് എന്ന് അവിടെ പറയുന്നത്? സ്ട്രക്ചറൽ ഇന്റഗ്രേഷന് കാരണമാകുന്നു. The works of social anthropologist മിക്കിൻ മാരിയറ്റ്, ഒരു സോഷ്യൽ ആന്ത്രോപോളജിസ്റ്റ് ആയിട്ടുള്ള മിക്കിൻ മാരിയറ്റ് 1955 സോഷ്യൽ ആന്ത്രോപോളജിസ്റ്റ് ആയിട്ടുള്ള മിക്കിൻ മാരിയറ്റ് റോബർട്ട് റാഡിഫീൽഡ് 1956 provide a significant basis to understand the unity and interdependence of various parts of a civilization entity. അതായത് പ്രധാന സാമൂഹിക ആന്ത്രോപോളജിസ്റ്റുകളായിട്ടുള്ള, ആന്ത്രോപോളജിസ്റ്റ് പറഞ്ഞാൽ ആരാ? നരവംശശാസ്ത്രജ്ഞരെ അറിയപ്പെടുന്ന പേരാണ് ആന്ത്രോപോളജിസ്റ്റ്. അപ്പൊ പ്രധാന സാമൂഹിക ആന്ത്രോപോളജിസ്റ്റുകളായിട്ടുള്ള മിക്കിൻ മാരിയറ്റ് 1955 മിക്കിൻ മാരിയറ്റും റോബർട്ട് റാഡിഫീൽഡ് 1956 റോബർട്ട് റാഡിഫീൽഡും കൂടി എന്തിനെ ഏകീകരിച്ചു എന്നാ പറയുന്നത്? യൂണിറ്റി ആൻഡ് ഇന്റർഡിപെൻഡൻസ് ഓഫ് വേരിയസ് പാർട്സ് ഓഫ് എ സിവിലൈസേഷൻ എൻറ്റൈറ്റി. നാഗരികതയെ ഇവര് രണ്ടാളും കൂടി ചേർന്നുകൊണ്ട് നാഗരികതയ്ക്ക് എന്ത് നിലനിർത്തി? യൂണിറ്റി ആൻഡ് ഇന്റർഡിപെൻഡൻസ്. യൂണിറ്റി പറഞ്ഞാൽ എന്താ? ഒരുമ, എല്ലാവരും ഒന്നാണ്. അപ്പൊ ആ യൂണിറ്റിയും ഇന്റർഡിപെൻഡൻസും നിലനിർത്തുന്നതിന് ആന്ത്രോപോളജിസ്റ്റുകളായിട്ടുള്ള റാഡിക്ലിഫ് ബ്രൗണും അതേപോലെ തന്നെ റാഡിഫീൽഡും അതേപോലെ തന്നെ റോബർട്ട് റാഡിഫീൽഡ് എന്നാട്ടോ മിക്കിൻ മാരിയറ്റും പ്രവർത്തിച്ചിരുന്നു. മാരിയറ്റ് ഹൈലൈറ്റ് കൾച്ചറൽ സിന്തസിസ് ആൻഡ് ഇന്ററാക്ഷൻ ബിറ്റ്വീൻ ഗ്രേറ്റ് ട്രഡീഷൻ ആൻഡ് ലിറ്റിൽ ട്രഡീഷൻ. രണ്ട് രീതികൾക്കാണ് അവർ ഫോക്കസ് ചെയ്തത്, ഹൈലൈറ്റ് ചെയ്തത്. മാരിയറ്റ് ഹൈലൈറ്റ് കൾച്ചറൽ സിന്തസിസ്, സംസ്കാരത്തെ ഹൈലൈറ്റ് ചെയ്യുക പറഞ്ഞാൽ എന്താ? ഉയർത്തി കാണിക്കുക. അപ്പൊ മാരിയറ്റ് എന്താ? മിക്കിൻ മാരിയറ്റ് എന്നാട്ടോ അദ്ദേഹത്തിന്റെ യഥാർത്ഥ നാമം. അപ്പൊ മിക്കിൻ മാരിയറ്റ് കൾച്ചറിനെ, സംസ്കാരത്തെ ഹൈലൈറ്റ് ചെയ്തു. ഏത് രീതിയിൽ? ഗ്രേറ്റ് ട്രഡീഷൻ, ട്രഡീഷൻ എന്ന് പറഞ്ഞാൽ എന്താ? പരമ്പരാഗതം. ലിറ്റിൽ ട്രഡീഷൻ. രണ്ട് രീതിയിലാണ് മാരിയറ്റ് സംസ്കാരത്തെ ഹൈലൈറ്റ് ചെയ്തത്, ഉയർത്തി കാണിച്ചത്. ഗ്രേറ്റ് ട്രഡീഷൻ എന്നും ലിറ്റിൽ ട്രഡീഷൻ എന്നും. ട്രഡീഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? പരമ്പരാഗതം. ഗ്രേറ്റ് ട്രഡീഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? പരമ്പരാഗത രീതിയെ ഉയർത്തി കാണിക്കുകയും ലിറ്റിൽ ട്രഡീഷൻ പരമ്പരാഗത രീതിയെ കുറച്ച് ചെറിയ രീതിയിലും രണ്ട് രീതിയിലും ആര് കാണിച്ചു? നമ്മളുടെ മാരിയറ്റ് മിക്കിൻ കാണിച്ചു. മിക്കിൻ മാരിയറ്റ് ഹൈലൈറ്റ് ചെയ്തു. While focusing on festival celebrated in small North Indian village കിഷാൻ നഗർ ഇൻ ഉത്തർപ്രദേശ്, അതേപോലെ തന്നെ ഉത്തർപ്രദേശിലെ നോർത്ത് ഇന്ത്യൻ വില്ലേജ് ആയിട്ടുള്ള
കാശി നഗർ എവിടെയാണ്? ഉത്തർപ്രദേശിലുള്ള ഫെസ്റ്റിവലിനൊക്കെ ഇത്തരത്തിലുള്ള സാംസ്കാരികപരമായിട്ടുള്ള ഒരു ഉയർത്തി കാണിക്കൽ ആര് ചെയ്തിരുന്നു? മാരിയറ്റ് ചെയ്തിരുന്നു. അവിടെ 2 രീതിയിലാണ് കൾച്ചറിനെ ഹൈലൈറ്റ് ചെയ്തത്. ഗ്രേറ്റ് ട്രഡീഷനും ഉണ്ട്, ലിറ്റിൽ ട്രഡീഷനും ഉണ്ട്. നമുക്കറിയാം പരമ്പരാഗത രീതികൾ എന്ന് പറഞ്ഞാൽ നമ്മുടെ സമൂഹത്തിലെ ധാർമ്മികത, മൊറാലിറ്റി നിലനിൽക്കണമെങ്കിൽ ഒരുപാട് ട്രഡീഷൻസ് നമുക്ക് ആവശ്യമാണ്, പരമ്പരാഗത രീതികളും ആവശ്യമാണ്. ധാർമ്മികത, ഇന്ന് നമുക്ക് ധാർമ്മികതയിലൊക്കെ മൂല്യച്യുതി നഷ്ടപ്പെട്ടിട്ടുണ്ട്, വാല്യൂ നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ നമ്മുടെ സമൂഹത്തിലെ, നമ്മുടെ സൊസൈറ്റിയിലെ ധാർമ്മികത അഥവാ മൊറാലിറ്റി നിലനിൽക്കണമെങ്കിൽ എന്താവശ്യമാണ്? ട്രഡീഷണൽ പരമ്പരാഗത രീതികൾ നമ്മൾ ഫോളോ ചെയ്യണം. അതുകൊണ്ട് തന്നെ മിക്കി മാരിയറ്റ് ഈ കൾച്ചറിനെ ഉയർത്തി കാണിക്കുന്നതിന് വേണ്ടി 2 രീതിയിലാണ് കൾച്ചറിനെ ഹൈലൈറ്റ് ചെയ്തത്. ഗ്രേറ്റ് ട്രഡീഷൻ എന്നും ലിറ്റിൽ ട്രഡീഷൻ എന്നും. അതിന് ഉദാഹരണമായിട്ട് എവിടെയാണ് ചൂണ്ടിക്കാണിക്കുന്നത്? നോർത്ത് ഇന്ത്യൻ വില്ലേജ് ആയിട്ടുള്ള കാശി നഗർ ഇൻ ഉത്തർപ്രദേശിലെ ഫെസ്റ്റിവലാണ് അതിനെ അദ്ദേഹം എടുത്തു കാണിക്കുന്നത്. ഈ പരമ്പരാഗത രീതികൾ ഫോളോ ചെയ്യുന്നത് ഏറ്റവും കൂടുതൽ പരമ്പരാഗതമായിട്ടുള്ള രീതികൾ ഫോളോ ചെയ്യുന്നത് അങ്ങോട്ട് നോർത്ത് ഇന്ത്യൻസ് ആണ്. നോർത്ത് ഇന്ത്യൻസിനെ സംബന്ധിച്ചിടത്തോളം ഇന്നും അവർ പലതരത്തിലുള്ള ട്രഡീഷണൽ ഫോളോ ചെയ്യുന്ന ആളുകളാണ്. അതാണ് ഇവിടെ നമുക്ക് സ്റ്റഡി ഓഫ് കൾച്ചറൽ കമ്മ്യൂണിക്കേഷൻ എന്ന ടോപ്പിക്കിൽ പറയാനുള്ളത്. അടുത്ത പോയിന്റ് ആണ് അനലൈസിങ് ഇന്ത്യൻ സിവിലൈസേഷൻ ആസ് എ ടൈപ്പ്. അപ്രോച്ചസ് 4 രീതിയിലാ പറഞ്ഞു. അതിന്റെ 3 നമ്മൾ ഇപ്പൊ എടുത്തു. കാറ്റലോഗ് അപ്രോച്ച് ആണ്, കാറ്റലോഗിങ് ഓഫ് ട്രൈബ്സ് എന്നറിയപ്പെടുന്നത്. കൾച്ചറൽ എഫൻസ് അപ്രോച്ച് ആണ്, ഏത് പേരിൽ അറിയപ്പെടുക? റീഡിംഗ് ഓഫ് കൾച്ചറൽ എഫൻസ് എന്നറിയപ്പെടുന്നത്. കൾച്ചറൽ കമ്മ്യൂണിക്കേഷൻ അപ്രോച്ച് ആണ്, ഏത് പേരിൽ അറിയപ്പെടുന്നത്? സ്റ്റഡി ഓഫ് കൾച്ചറൽ കമ്മ്യൂണിക്കേഷൻ എന്നറിയപ്പെടുന്നത്. അടുത്തതാണ് അനലൈസിങ് ഇന്ത്യൻ സിവിലൈസേഷൻ ആസ് എ ടൈപ്പ്. ഇന്ത്യൻ നാഗരികതയുടെ രീതികളെ വിശകലനം ചെയ്യുക. അനലൈസിങ് ഇന്ത്യൻ സിവിലൈസേഷൻ ആസ് എ ടൈപ്പ്. അങ്ങനെ പറഞ്ഞാൽ എന്താണ്? ഇന്ത്യൻ നാഗരികതയുടെ ടൈപ്പുകളെ, രീതികളെ എന്ത് ചെയ്യാനാ പറയുന്നത്? അനലൈസ് ചെയ്യുക, വിശകലനം ചെയ്യുക. 4ാമത്തെ പോയിന്റ്. എങ്ങനെയാണ് ഇവിടെ വിശകലനം ചെയ്യുന്നത് നമുക്ക് നോക്കാം. അക്കോർഡിംഗ് ടു ദിസ് അപ്രോച്ച്, ഇന്ത്യൻ സിവിലൈസേഷൻ ഈസ് സീൻ ആസ് എ ഡിസ്റ്റിങ്ക്ട് ടൈപ്പ് ഇൻ ജക്സ്റ്റാപോസിഷൻ വിത്ത് അതർ സൊസൈറ്റി ആൻഡ് കൾച്ചർ. ഈ അപ്രോച്ച് പ്രകാരം, അക്കോർഡിംഗ് ടു ദിസ് അപ്രോച്ച്, ഈ അപ്രോച്ച് പ്രകാരം ഇന്ത്യൻ നാഗരികത എന്ന് പറയുന്നത് വ്യത്യസ്ത രീതിയിൽ നിലനിൽക്കുന്നു. സമൂഹമായാലും സംസ്കാരമായാലും ഇന്ത്യൻ നാഗരികത വ്യത്യസ്ത രീതിയിലാണ് നിലനിൽക്കുന്നത്. അക്കോർഡിംഗ് ടു ദിസ് അപ്രോച്ച്, ഈ അപ്രോച്ച് പ്രകാരം ഇന്ത്യൻ നാഗരികത നിലനിൽക്കുന്നത് വ്യത്യസ്ത രീതിയിലാണ്. The emphasis is to view Indian society as a traditional society. അതുകൊണ്ട് തന്നെ ഈ emphasis is to view ഇന്ത്യൻ സൊസൈറ്റി എന്ന് പറയുന്നത് എപ്പോഴും ഒരു ട്രഡീഷണൽ സൊസൈറ്റിയാണ്, ഒരു പരമ്പരാഗത സമൂഹമാണ്. ഇന്ത്യൻ സൊസൈറ്റി എപ്പോഴും, ഇന്നും നമ്മളുടെ ഇന്ത്യൻ സമൂഹം എന്ന് പറയുന്നത് ഒരു ട്രഡീഷണൽ സമൂഹം തന്നെയാണ്. നമുക്കറിയാം, നമ്മൾ എല്ലാ ഫെസ്റ്റിവലും ഫോളോ ചെയ്യുന്ന ആളുകളാണ്. ഇപ്പൊ നമുക്ക് ഓരോ സംസ്ഥാനത്തിനും ഓരോ സ്റ്റേറ്റിനും ഓരോ ഫെസ്റ്റിവൽ ഉണ്ട്. ഇപ്പൊ കേരളത്തിന്റെ ഫെസ്റ്റിവൽ ഏതാ ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് എല്ലാവരും ഉറച്ചു പറയും ഓണം. അത് കേരളത്തിന്റെ ഒരു ഫെസ്റ്റിവലാണ്. അതേപോലെ ഓരോ സ്റ്റേറ്റിനും ഓരോ ഫെസ്റ്റിവൽ ഉണ്ട് അല്ലേ? അതായത് ദസറയായിട്ടും അതേ പൊങ്കല്, അങ്ങനെ ഒരുപാട് ഫെസ്റ്റിവല് എവിടെ ഉണ്ട് എന്നാ പറയുന്നത്, ഓരോ സ്റ്റേറ്റിലും ഉണ്ടായിരിക്കും. അതുകൊണ്ടാണ് നമ്മളെ ഫെസ്റ്റിവൽ ഫോളോ ചെയ്യുന്ന ആളുകളാണ്. ഇപ്പൊ നമ്മൾ കേരളത്തിലുള്ള ആളുകള് ഏറ്റവും കൂടുതൽ ഫോളോ ചെയ്യുന്ന ഫെസ്റ്റിവൽ എന്ന് പറയുന്നത് ഓണം സെലിബ്രേഷൻ ആണ്. അതേപോലെ ഓരോ സംസ്ഥാനത്തിനും ഓരോ ഫെസ്റ്റിവൽ ഉണ്ടായിരിക്കും. അതുകൊണ്ടാണ് എന്ത് പറയാനുള്ള കാരണം, ഇന്ത്യൻ സൊസൈറ്റി എന്ന് പറയുന്നത് എപ്പോഴും ഒരു ട്രഡീഷണൽ സൊസൈറ്റിയാണ്, ഒരു പരമ്പരാഗത സമൂഹമാണ്. ആ പരമ്പരാഗത സമൂഹത്തിൽ പല മാറ്റങ്ങളും മോഡേണൈസേഷൻ വന്നിട്ടുണ്ടെങ്കിൽ പോലും ഇന്നും ഇന്ത്യൻ സൊസൈറ്റി എങ്ങനെയാണ് നിലനിൽക്കുന്നത്? ഒരു ട്രഡീഷണൽ സമൂഹമായിട്ടാണ് നിലനിൽക്കുന്നത്. The emphasis is to view Indian society as a traditional society which is experiencing process such as modernization,
that illustrate cultural, social and historical principle. നമ്മളുടെ സാമൂഹികവും ചരിത്രപരവുമായി നോക്കുമ്പോൾ മോഡേണൈസേഷൻ, ആധുനികത നമുക്ക് കടന്നു വന്നിട്ടുണ്ടെങ്കിൽ പോലും ഇന്ത്യൻ സൊസൈറ്റിയുടെ പ്രോസസ്സ് എന്ന് പറയുന്നത് എപ്പോഴും എങ്ങനെയാണ്? ഒരു ട്രഡീഷണൽ ആണ്. കോമൺ വിത്ത് അതർ സൊസൈറ്റി ആൻഡ് കൾച്ചർ ആൻഡ് ദെൻ ടു എക്സാമിൻ വേരിയേഷൻ. അതുകൊണ്ട് തന്നെ പൊതുവായിട്ട് പറയുകയാണെങ്കിൽ നമ്മുടെ സൊസൈറ്റിയിലെ സംസ്കാരത്തിൽ ചില വ്യത്യാസങ്ങൾ സംഭവിച്ചിട്ടുണ്ട്. അതിന് എക്സാമ്പിൾ ആണ് ഇന്ത്യ be seen as a type in being village society. അപ്പോ പൊതുവായിട്ട് പറയുകയാണെങ്കിൽ നമ്മുടെ സംസ്കാരത്തിലൊക്കെ ചെറിയ മാറ്റങ്ങൾ സംഭവിച്ചിട്ടുണ്ട്, ചെറിയൊരു വേരിയേഷൻ സംഭവിച്ചിട്ടുണ്ട്. അതിന് ഉദാഹരണമാണ് എവിടെയാണ് ആ വേരിയേഷൻ സംഭവിച്ചത്? നമ്മുടെ വില്ലേജുകളിൽ. ഇന്ന് നമ്മുടെ വില്ലേജുകളും എന്ത് രീതി ഫോളോ ചെയ്യുന്നുണ്ട്? മോഡേണൈസേഷൻ ആയി മാറിയിരിക്കുകയാണ്. അതുകൊണ്ട് ഇന്ത്യൻ കൾച്ചറില് ചെറിയ വേരിയേഷൻ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ പോലും അത് ആ വേരിയേഷൻ സംഭവിച്ചത് എവിടെയാണ്? ഇന്ത്യൻ വില്ലേജുകളിലാണ് ഈ വേരിയേഷൻ സംഭവിച്ചിട്ടുള്ളത്. അതുകൊണ്ടാണ് ഇങ്ങനെ പറയാനുള്ള കാരണം. ഇന്ത്യ മേ ബി സീൻ ആസ് എ ടൈപ്പ് ഇൻ ബീയിങ് വില്ലേജ് സൊസൈറ്റി. ഇന്ത്യയുടെ വില്ലേജ് സൊസൈറ്റിയിലാണ് ഈ വേരിയേഷൻ സംഭവിച്ചിട്ടുള്ളത്. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾക്ക് ഈ ചാപ്റ്ററിന്റെ ആദ്യ ഭാഗങ്ങളിൽ നിങ്ങൾക്ക് എടുത്തു തരാനുള്ളത്. ഇനി നമ്മൾക്ക് എടുക്കാനുള്ള ടോപ്പിക് അണ്ടർസ്റ്റാൻഡിങ് ദ ജോഗ്രഫി ഓഫ് ഇന്ത്യ. ഇന്ത്യയുടെ ജോഗ്രഫിക്കൽ സിറ്റുവേഷനെ കുറിച്ച് നമുക്കൊന്ന് മനസ്സിലാക്കുക. അതേപോലെ തന്നെ അത് നമുക്ക് ഓരോ സോണുകൾ പഠിക്കാനുണ്ട്. അതാണ് അടുത്ത ക്ലാസ്സിലായിട്ട് നമുക്ക് എടുത്തു തരാനുള്ളത്. ഓക്കെ, അപ്പോൾ അടുത്ത ഈ യൂണിറ്റിൽ തന്നെ മറ്റൊരു ടോപ്പിക്കാണ് അണ്ടർസ്റ്റാൻഡിങ് ദ ജോഗ്രഫി ഓഫ് ഇന്ത്യ. ഇന്ത്യയുടെ ജോഗ്രഫിക്കൽ സിറ്റുവേഷനെ മനസ്സിലാക്കൽ. അണ്ടർസ്റ്റാൻഡിങ് ദ ജോഗ്രഫി ഓഫ് ഇന്ത്യ. ഇന്ത്യയുടെ ജോഗ്രഫി പറഞ്ഞാൽ എന്താ? ഭൂമിശാസ്ത്രത്തെ മനസ്സിലാക്കൽ. ഇന്ത്യൻ സിവിലൈസേഷൻ ആസ് കോംപ്ലക്സ് ആൻഡ് ഡീപ്ലി റൂട്ടഡ് ഹിസ്റ്റോറിക്കൽ ട്രഡീഷൻ വിത്ത് എ വൈഡ് വേരിയേഷൻ ഇൻ കസ്റ്റം ആൻഡ് ബിഹേവിയർ റീജിയണലി ആൻഡ് വിത്ത് ദ സോഷ്യൽ സ്ട്രക്ചർ ഓഫ് എ പർട്ടിക്കുലർ റീജിയൻ. അതായത് ഇന്ത്യൻ സിവിലൈസേഷൻ ആസ് കോംപ്ലക്സ് ആൻഡ് ഡീപ്ലി റൂട്ടഡ്. അതായത് കോംപ്ലക്സ് ഇടുങ്ങിയതുമാണ്, എന്നാലോ ഡീപ്ലി ആണ്. അപ്പൊ ഇന്ത്യൻ സിവിലൈസേഷൻ ആസ് കോംപ്ലക്സ് ആൻഡ് ഡീപ്ലി റൂട്ടഡ് ഹിസ്റ്റോറിക്കൽ ട്രഡീഷൻ വിത്ത് എ വൈഡ് വേരിയേഷൻ. ഇന്ത്യയുടെ ചരിത്രപരമായിട്ടുള്ള ഹിസ്റ്റോറിക്കൽ ട്രഡീഷൻ എന്ന് പറയുന്നത് വളരെയധികം വ്യത്യാസമുണ്ട്. അത് കോംപ്ലക്സും ആണ്, അതേപോലെ തന്നെ ഡീപ്പും ആണ്. ഇൻ കസ്റ്റം ആൻഡ് ബിഹേവിയർ റീജിയണലി ആൻഡ് വിത്ത് സോഷ്യൽ സ്ട്രക്ചർ ഓഫ് എ പാർട്ടിക്കുലർ റീജിയൻ. ഓരോ പ്രത്യേക പ്രദേശങ്ങളിലും സ്വഭാവമായാലും ആചാരങ്ങളായാലും ബിഹേവിയർ ആയാലും അതൊക്കെ എങ്ങനെയാണ്? വ്യത്യസ്ത രീതിയിലാണ് എന്നാണ് പറയുന്നത്. വൈഡ് വേരിയേഷൻ. അപ്പൊ ഇന്ത്യൻ ഓരോ പാർട്ടിക്കുലർ പ്രദേശങ്ങളിൽ ഒരു പ്രത്യേക പാർട്ടിക്കുലർ റീജിയൻ എന്ന് പറഞ്ഞ പ്രദേശം, ഇന്ത്യയുടെ ഓരോ പ്രദേശങ്ങളിലും ആചാരങ്ങളും സ്വഭാവങ്ങളും ഒക്കെ വളരെയധികം വേരിയേഷൻ നിലനിൽക്കുന്നുണ്ട്. അതേപോലെ തന്നെ അത് കോംപ്ലക്സും ആണ്, അതേപോലെ തന്നെ ഡീപ്പുമാണ്. ഇറ്റ് ഈസ് ദ ബേസിക് ഫിസിയോഗ്രഫി ഓഫ് ഇന്ത്യ ദാറ്റ് ഹാസ് പ്രൊവൈഡഡ് എ ബ്രോഡ് ഫ്രെയിംവർക്ക്. അതുകൊണ്ട് തന്നെ ഇന്ത്യയുടെ ഫിസിയോഗ്രഫിയുടെ അടിസ്ഥാനം എന്ന് പറയുന്നത് എങ്ങനെയാണ്? ഒരു ബ്രോഡ് ഫ്രെയിംവർക്കാണ്. ബ്രോഡ് ഫ്രെയിംവർക്ക് പറഞ്ഞാൽ അതിർത്തിപരമായിട്ടുള്ള ഫ്രെയിംവർക്കുകളാണ്. കോൺ ലിസ്റ്റ് ഔട്ട് ത്രീ സോൺ into which India may be divided in a broad geographical way. അതുകൊണ്ട് തന്നെ കോൺ, അതൊരു സോഷ്യോളജിസ്റ്റ് ആട്ടോ. കോൺ 3 രീതിയിലാണ് ഇന്ത്യയുടെ ജോഗ്രഫിക്കൽ മേഖലയെ സോണാക്കി തിരിച്ചിരിക്കുന്നത്. സോൺ എന്ന് പറഞ്ഞാൽ എന്താ? ഭാഗങ്ങളാക്കി തിരിച്ചിരിക്കുന്നത്. ദ പെർണിയൽ ഓർ ന്യൂക്ലിയർ സോൺ, ദ റൂട്ട് സോൺ, ദ സോൺ ഓഫ് റിലേറ്റീവ് ഐസോലേഷൻ. അതുകൊണ്ട് തന്നെ ഇന്ത്യയുടെ ഭാഗങ്ങളെ 3 രീതിയിലാണ് ജോഗ്രഫിക്കലായി തരംതിരിച്ചത്. പെർണിയൽ ഓർ ന്യൂക്ലിയർ സോണ്, റൂട്ട് സോണ്, സോൺ ഓഫ് റിലേറ്റീവ് ഐസോലേഷൻ. അപ്പോൾ ജോഗ്രഫിക്കൽ ഇന്ത്യ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ത്യയിലെ ഓരോ ജോഗ്രഫിക്കൽ ഏരിയയിലും ഹിസ്റ്റോറിക്കൽ ട്രഡീഷൻ എന്ന് പറയുന്നത് വളരെ വ്യത്യസ്ത വേരിയഡാണ്. മാത്രമല്ല ഡീപ്പും ആണ്.
കോംപ്ലക്സും ആണ്. അതുകൊണ്ട് തന്നെ ഓരോ എങ്ങനെയാണ് ബ്രോഡോ ഫ്രെയിംവർക്ക്, അതിനെ ഓരോ ബ്രോഡോ ഫ്രെയിംവർക്ക് ആയിട്ടാണ് അതിന്റെ ഫിസിയോഗ്രഫിയെ തരംതിരിച്ചിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ 3 രീതിയിലാണ് ഡിവൈഡ് ചെയ്തിട്ടുള്ളത് ജോഗ്രഫിക്കൽ ഏരിയയെ. പെർണിയൽ ഓർ ന്യൂക്ലിയർ സോൺ, റൂട്ട് സോൺ, സോൺ ഓഫ് റിലേറ്റീവ് ഐസോലേഷൻ. അതിൽ പെർണിയൽ ഓർ ന്യൂക്ലിയർ സോണില് ഏതൊക്കെ 3 പാരഗ്രാഫ് ഉണ്ട്. അതിലെ ആദ്യത്തെ 2 പാരഗ്രാഫാണ് ടീച്ചർ ഇവിടെ എഴുതിയിട്ടുള്ളത്. അതിലെ ഫസ്റ്റ് പാരഗ്രാഫ് നമുക്ക് നോക്കാം. പെർണിയൽ സോൺ ആർ ദ ഫെർട്ടൈൽ റിവർ ബേസിൻസ്, പ്ലെയിൻസ് ആൻഡ് ഡെൽറ്റ. പെർണിയൽ സോൺ എന്ന് പറഞ്ഞാൽ എന്താണ്? പെർണിയൽ സോൺ ആർ ദ ഫെർട്ടൈൽ റിവർ, അതായത് ഫലഭൂരിഷ്ഠിതമായിട്ടുള്ള നദീതീര പ്രദേശങ്ങളെയാണ് എന്ത് പറയുന്നത്? പെർണിയൽ സോൺ എന്ന് പറയുന്നത്. പെർണിയൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വറ്റാത്ത മേഖല. പെർണിയൽ സോൺ എന്ന് പറഞ്ഞാൽ എന്താണ്? വറ്റാത്ത ജലസേചന സൗകര്യമുള്ള മേഖലയെയാണ് പെർണിയൽ സോൺ അറിയാം. അപ്പൊ ഇന്ത്യയുടെ ജോഗ്രഫിക്കൽ ഏരിയയെ 3 ആയിട്ടാണ് തിരിച്ചിട്ടുള്ളത്. പെർണിയൽ ഓർ ന്യൂക്ലിയർ സോണ്, റൂട്ട് സോണ്, ദ സോൺ ഓഫ് റിലേറ്റീവ് ഐസോലേഷൻ. അതിൽ പെർണിയൽ ഓർ ന്യൂക്ലിയർ സോൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എങ്ങനത്തെ പ്രദേശങ്ങളെയാണ് പെർണിയൽ ഓർ ന്യൂക്ലിയർ സോൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എങ്ങനെയാണ്? ഫെർട്ടൈൽ റിവർ ബേസിൻ, ഫലഭൂരിഷ്ഠിതമായ നദീതട തീരഭാഗങ്ങൾ, പ്ലെയിൻസ് ആൻഡ് ഡെൽറ്റ. അതായത് ജലസേചന സൗകര്യം ഉണ്ട് എന്നാലോ നല്ല ഫലഭൂരിഷ്ഠിതമായിട്ടുള്ള തീരപ്രദേശങ്ങളാണത് ഏത് പെർണിയൽ സോൺ എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ ഹിസ്റ്റോറിക്കലി ദേ ഹാവ് ബീൻ സെന്റേഴ്സ് ന്യൂക്ലിയസ് ഓഫ് ഹ്യൂമൻ സെറ്റിൽമെന്റ്, ഹൈ പോപ്പുലേഷൻ ഡെൻസിറ്റി, പൊളിറ്റിക്കൽ ആക്ടിവിറ്റി ആൻഡ് സ്റ്റേബിൾ സ്റ്റേറ്റ് സിസ്റ്റം. ഇതുകൊണ്ട് തന്നെ ജലസേചന സൗകര്യവും കാരണം റിവർ നദീതട പ്രദേശങ്ങളാണ് പെർണിയൽ സോൺ എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ അവിടെ പോപ്പുലേഷൻ കൂടുതലായിരിക്കാം, ഹ്യൂമൻ സെറ്റിൽമെന്റ് ഉണ്ടായിരിക്കാം, പോപ്പുലേഷൻ ഡെൻസിറ്റിയും പൊളിറ്റിക്കൽ ആക്ടിവിറ്റി എന്നിവയൊക്കെ നിലനിൽക്കുന്ന പ്രദേശങ്ങളായിരിക്കാം ഇത്തരം സോണുകൾ. ദേ ഹാവ് സെറ്റിൽഡ് അഗ്രികൾച്ചറൽ പ്രാക്ടീസ്. അതുകൊണ്ട് തന്നെ കൂടുതൽ അഗ്രികൾച്ചർ, കൃഷിയായിരിക്കും ഇത്തരത്തിലുള്ള പെർണിയൽ സോണുകളിൽ കൂടുതലായിട്ട് പ്രാക്ടീസ് ചെയ്യുക, പ്രവർത്തിച്ചുകൊണ്ടിരിക്കുക. ഏറ്റവും കൂടുതൽ ഇത്തരം പെർണിയൽ എന്ന് പറഞ്ഞാൽ എന്താ? വറ്റാത്ത മേഖല എന്നാണ്. അപ്പൊ ഇത്തരം വറ്റാത്ത മേഖലകളിൽ കൂടുതലായിട്ടും കൃഷിയായിരിക്കും ഉണ്ടായിരിക്കുക. ദെൻ ഈ പോയിന്റിന്റെ ഈ ടോപ്പിക്കിന്റെ മറ്റൊരു പാരഗ്രാഫിലേക്കാണ് നമ്മൾ കടക്കുന്നത്. ഹിസ്റ്റോറിക്കലി ദ ബേസിൻസ് ആൻഡ് പ്ലെയിൻ അറൌണ്ട് പെഷ്വാർ ലെഡ് ടു ദ എമർജൻസ് ഓഫ് first nuclear zone in northern India, which is Gandhara, a town that is now in Pakistan. അതേപോലെ തന്നെ ഇന്ത്യയിലെ ആദ്യത്തെ ന്യൂക്ലിയർ സോൺ ആയിട്ട് അറിയപ്പെടുന്നത് പെഷ്വാർ ആണ്. നോർത്ത് ഇന്ത്യയിലെ ഗാന്ധാര, അവിടുത്തെ ടൗണ്, ഗാന്ധാരയുടെ ടൗൺഷിപ്പ് എന്ന് പറയുന്നത് അത് ഏത് ഭാഗത്തായിട്ടാണ് കിടക്കുന്നത്? പാകിസ്ഥാൻ. ഇന്നിപ്പോ അത് പാകിസ്ഥാനിലാണ് ഈ ഗാന്ധാര. ഹിസ്റ്റോറിക്കലി ബേസിൻ ആൻഡ് പ്ലെയിൻസ് അറൌണ്ട് പെഷ്വാർ ലെഡ് ടു ദ എമർജൻസ് ഓഫ് ഫസ്റ്റ് ന്യൂക്ലിയർ സോൺ. പെഷ്വാർ ആണ് ആദ്യത്തെ ന്യൂക്ലിയർ സോൺ. എവിടെ? നോർത്ത് ഇന്ത്യയിലെ ഗാന്ധാര. ആ ഗാന്ധാരയുടെ ടൗൺ എന്ന് പറയുന്നത് ഇന്നത്തെ നൗവിൻ പാകിസ്ഥാൻ, ഇന്നത്തെ പാകിസ്ഥാനാണ്. ദിസ് റീജിയൻ പ്ലേഡ് എ pivotal role in spreading the influence from Western and Central Asia to India. Sutlej, Jammu, Doab and Ganesh Jamuna Doab formed the major nuclear zone of the north. അതേപോലെ തന്നെ നോർത്ത് ഇന്ത്യയിലെ പ്രധാനപ്പെട്ട ന്യൂക്ലിയർ സോണുകളായിട്ട് അറിയപ്പെടുന്നത് ഏതൊക്കെയെന്ന് നമുക്ക് നോക്കാം. ദ സത്ലജ്, ജമ്മു, ഡോബ് ആൻഡ് ഗണേഷ് ജമ്മു ഡോബ് ഫോംഡ് ദ മേജർ ന്യൂക്ലിയർ സോൺ ഓഫ് നോർത്ത്. നോർത്ത് ഇന്ത്യയിലെ പ്രധാനപ്പെട്ട ന്യൂക്ലിയർ സോണുകളാണ് സത്ലജ്, ജമ്മു ഡോബും ഗണേഷ് ജമ്മു ഡോബും. ഇതൊക്കെയാണ് നോർത്ത് ഇന്ത്യയിലെ പ്രധാനപ്പെട്ട ന്യൂക്ലിയർ സോണുകളായിട്ട് അറിയപ്പെടുന്നത്, അഥവാ പെർണിയൽ സോണുകളായിട്ട് അറിയപ്പെടുന്നത്. This comprised of cities like കുരുക്ഷേത്ര, പാഞ്ചാല, കനൂജ്, പാനിപ്പത്ത്, ഡൽഹി, ആഗ്ര,
തുടങ്ങി മേഖലകളൊക്കെ ഏതുമായി ബന്ധപ്പെട്ടതാണ്? ഈ ന്യൂക്ലിയർ സോണിൽ വരുന്നതാണ്. കോശാല ഇത് പ്രസന്റ് ഡേ സെൻട്രൽ ഉത്തർപ്രദേശ്, ബംഗാൾ. അതേപോലെ തന്നെ കോശാല പ്രസന്റ് ഡേ ഉത്തർപ്രദേശ്, ബംഗാൾ ആൻഡ് സുരാഷ്ട്ര കണ്ടംപററി ഗുജറാത്ത് മോർ അതർ എക്സാമ്പിൾ ഓഫ് ന്യൂക്ലിയർ ഫോൺ ഓഫ് ദ നോർത്ത്. അപ്പൊ ന്യൂക്ലിയർ ഫോണുകളായിട്ട് അറിയപ്പെടുന്ന പിന്നെ ഏതൊക്കെയാണ്? കുരുക്ഷേത്ര, പാഞ്ചാല, കനൂജ്, പാനിപ്പത്ത്, ഡൽഹി, ആഗ്ര. ഇതൊക്കെ ന്യൂക്ലിയർ ഫോണുകളാണ്. കോശാല, അതെ ഉത്തർപ്രദേശ്, ബംഗാള്, സൗരാഷ്ട്ര, കണ്ടംപററി ഗുജറാത്ത് തുടങ്ങിയ പ്രദേശങ്ങളും ഏതായിട്ട് അറിയപ്പെടുന്നുണ്ട്? ന്യൂക്ലിയർ ഫോണുകളായിട്ട് അറിയപ്പെടുന്ന പ്രദേശങ്ങളാണ്. അപ്പൊ ന്യൂക്ലിയർ ഫോൺ പറഞ്ഞാൽ എന്താണ്? ജലസൗകര്യം ലഭ്യമാകുന്ന പ്രദേശങ്ങളെയാണ് പെനേറിയൽ ഓർ ന്യൂക്ലിയർ ഫോൺ എന്നറിയപ്പെടുക. അപ്പൊ ഇത്തരം പ്രദേശങ്ങളെയാണ് ഏതായിട്ട് അറിയപ്പെടുന്നത്? ന്യൂക്ലിയർ ഫോണുകളായിട്ട് അറിയപ്പെടുന്നത്. ഇന്ത്യയുടെ ജോഗ്രഫിക്കൽ മേഖലയെ 3ആയിട്ടാണ് തിരിച്ചിട്ടുള്ളത്. അതില് ഫസ്റ്റ് ജോഗ്രഫിക്കൽ ഏരിയയാണ് ന്യൂക്ലിയർ ഫോണ്. ആ ന്യൂക്ലിയർ ഫോണിൽ വരുന്ന പ്രദേശങ്ങളാണ് നമ്മൾ പറഞ്ഞു കഴിഞ്ഞത്. ആദ്യം ഞാൻ പറഞ്ഞു ഏത്? പെഷ്വാർ ആയിരുന്നു ആദ്യത്തെ ന്യൂക്ലിയർ ഫോൺ. പിന്നെ ഗാന്ധാര ഇന്ന് അവിടെ നിലകൊള്ളുന്നത് പാകിസ്ഥാനിലാണ്. പിന്നെ സത്ലജ് ജമ്മു, ഗണേഷ് ജമ്മു, ഇതൊക്കെ ന്യൂക്ലിയർ ഫോണുകളാണ്. അതേപോലെ ഇന്ന് നിലനിൽക്കുന്ന ന്യൂക്ലിയർ ഫോണുകളും സിറ്റികളും കുരുക്ഷേത്ര, പാഞ്ചാല, കനൂജ്, പാനിപ്പത്ത്, ഡൽഹി, ആഗ്ര, അതേപോലെ തന്നെ കോശാല, പിന്നെ ഏതാണ്? ഉത്തർപ്രദേശ്, ബംഗാള്, സുരഹാഷ്ട്ര, കണ്ടംപററി ഗുജറാത്ത്, ഇതൊക്കെ ഇന്ന് ന്യൂക്ലിയർ ഫോണുകളായിട്ട് അറിയപ്പെടുന്ന പ്രദേശങ്ങളാണ്. അപ്പൊ ഈ ഒരു ന്യൂക്ലിയർ ഫോൺ എന്ന ഇന്ത്യയുടെ ജോഗ്രഫിക്കൽ മേഖലയെ 3ആയി തിരിച്ചിട്ടുണ്ട്. ആദ്യത്തെ ഒന്നാണ് ന്യൂക്ലിയർ ഫോൺ. ഈ ന്യൂക്ലിയർ ഫോണിലെ ഫസ്റ്റ് പാരഗ്രാഫും സെക്കൻഡ് പാരഗ്രാഫും ആണ് പറഞ്ഞത്. ഇനി അതിലത്തെ തേർഡ് പാരഗ്രാഫാണ് നമുക്ക് നോക്കാനുള്ളത്. അപ്പോ നമ്മൾ പറഞ്ഞു നിർത്തിയതിന്റെ തേർഡ് പാരഗ്രാഫാണ്. പെനേറിയൽ ഓർ ന്യൂക്ലിയർ ഫോണിലെ ഫസ്റ്റ് പാരഗ്രാഫും സെക്കൻഡ് പാരഗ്രാഫും നമ്മൾ പറഞ്ഞു. അതിലെ തേർഡ് പാരഗ്രാഫിലേക്കാണ് നമ്മൾ കടക്കുന്നത്. There are 5 major nuclear phones in India. ഇന്ത്യയിൽ പ്രധാനമായും 5 ന്യൂക്ലിയർ ഫോണുകളാണ് ഉള്ളത്. ആന്ധ്ര, തമിഴ്നാടു, കേരള, മഹാരാഷ്ട്ര ആൻഡ് മൈസൂർ. ഇന്ത്യയിലെ പ്രധാനപ്പെട്ട ന്യൂക്ലിയർ ഫോണുകളാണ് ആന്ധ്രാപ്രദേശ്, തമിഴ്നാടു, കേരള, മഹാരാഷ്ട്ര, മൈസൂർ. ആന്ധ്ര ഈസ് ദ ഹോം ഓഫ് തെലുങ്കൻ സ്പീക്കിംഗ് പീപ്പിൾ. ആന്ധ്രയിലുള്ള ആളുകൾ എന്താ സംസാരിക്കുക? തെലുങ്കാണ് അവിടുത്തെ ആളുകളുടെ ഭാഷ. It is constituted by the rich agricultural delta area of Godavari and Krishna river. അതേപോലെ തന്നെ it is constituted by the rich agricultural, അത് അവിടെ ഒരു റിച്ച് അഗ്രികൾച്ചറൽ ഡെൽറ്റ ഏരിയയാണ് ഏത്? ഗോദാവരിയും കൃഷ്ണ റിവറും. അപ്പോൾ ആന്ധ്രയുടെ സമീപ ഭാഗത്തുള്ള റിവറുകളാണ് ഏത്? ഗോദാവരി ആൻഡ് കൃഷ്ണ. അവിടെ നിന്നും ജലലഭ്യത കൂടുതലാണ്. അതുകൊണ്ട് തന്നെ കൃഷിക്ക് അനുയോജ്യമായിട്ടുള്ള അഗ്രികൾച്ചറൽ ഡെൽറ്റ ഏരിയയാണ്. അതിന് കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്ന പ്രധാനപ്പെട്ട ഏരിയ ഏതൊക്കെയാണ്? ഗോദാവരി ആൻഡ് കൃഷ്ണ റിവർ. തമിഴ്നാടു ഈസ് ദ സൈറ്റ് ഓഫ് ചോല ആൻഡ് പാണ്ഡ്യൻ കിങ്ഡം. തമിഴ്നാടുവിന്റെ പ്രധാനപ്പെട്ട ഭരണപ്രദേശം എന്ന് പറയുന്നത് ചോളന്മാരും പാണ്ഡ്യൻ കിങ്ഡം ആയിരുന്നു. അവിടുത്തെ ഭാഷ എന്ന് പറയുന്നത് തമിഴ് സ്പീക്കിംഗ് പീപ്പിൾ. ഇറ്റ് കംപ്രസസ് ഫെർട്ടൈൽ പ്ലെയിൻ ഓഫ് പേനാർ റിവർ ആൻഡ് കാവേരി ഡെൽറ്റ. ഈ തമിഴ്നാടിനെ സംബന്ധിച്ചിടത്തോളം പ്രധാനപ്പെട്ട റിവർ ഏരിയ എന്ന് പറയുന്നത് ഏതൊക്കെയാണ്? തമിഴ്നാട്ടിനെ സംബന്ധിച്ചിടത്തോളം പ്രധാനപ്പെട്ട റിവർ ഏരിയ എന്ന് പറയുന്നത് പേനാർ. ഞാൻ പെരിയാറാണോ നോക്കാൻ വേണ്ടിയിട്ട് ഒന്നും കൂടി ചെക്ക് ചെയ്തത്. പേനാർ അത് തന്നെയാണ് പെരിയാർ. പേനാർ റിവറും കാവേരി ഡെൽറ്റയാണ് തമിഴ്നാടിന്റെ പ്രധാനപ്പെട്ട ന്യൂക്ലിയർ ഫോൺ എന്നറിയപ്പെടുന്നത്. അതേപോലെ മഹാരാഷ്ട്ര ഈസ് ദ മറാത്തി സ്പീക്കിംഗ് ഏരിയ. മഹാരാഷ്ട്രയിലെ പ്രധാന ഭാഷ എന്ന് പറയുന്നത് മറാത്തിയാണ്. ഇറ്റ് ബിഹേവ് സിമിലർലി വിത്ത് മൈസൂർ, ദ ഹോം ഓഫ്. അതേപോലെ തന്നെ അവിടുത്തെ ഭാഷ എന്ന് പറയുന്നത് മഹാരാഷ്ട്ര ഈസ് ദ മറാത്തി സ്പീക്കിംഗ് ഏരിയ. ഇറ്റ് ബിഹേവ് സിമിലാരിറ്റി വിത്ത് മൈസൂർ, ഹോം ഓഫ് കന്നഡ. അതേപോലത്തെ അവിടുത്തെ ഭാഷ എന്ന് പറയുന്നത് ഏതാണ്?
കന്നഡ സ്പീക്കിംഗ് പോപ്പുലേഷൻ ഇൻ അഗ്രികൾച്ചറൽ പ്രാക്ടീസസ്. ബോത്ത് സോൺ ആർ നോൺ ഫോർ ഡ്രൈ അഗ്രികൾച്ചർ വിത്ത് മില്ലറ്റ്. അവിടെ പ്രധാനമായും അവിടെ കൃഷി ചെയ്തിരുന്നത് ഏതൊക്കെയായിരുന്നു? മില്ലറ്റും മൈസ് ആൻഡ് പ്രോമിനന്റ് ക്രോപ്പുകളാണ് അവിടെ കൃഷി ചെയ്തിരുന്നത്. അപ്പൊ ഇത്രയാണ് പ്രധാനപ്പെട്ട എന്തായിട്ട് അറിയപ്പെടുന്നത് ന്യൂക്ലിയർ ഫോണുകളും. അതെ, ആ ന്യൂക്ലിയർ ഫോണുകൾ ഏതൊക്കെയെന്നും പറഞ്ഞു. അവിടുത്തെ പ്രധാനപ്പെട്ട റിവർ ഏതാ എന്ന് പറഞ്ഞു. അതേപോലെ തന്നെ അവിടുത്തെ ഭാഷാരീതികൾ ഏതാ പറഞ്ഞു. അവിടെ കൃഷി ചെയ്യുന്നത് ഏതൊക്കെയെന്നും പറഞ്ഞു. ഇത്രയും കാര്യങ്ങളാണ് ആ 3rd പാരഗ്രാഫിൽ വരുന്നത്. പ്രധാനപ്പെട്ട ന്യൂക്ലിയർ ഫോണുകൾ ആന്ധ്ര, തമിഴ്നാടു, കേരള, മഹാരാഷ്ട്ര, മൈസൂർ ആണ്. അതേപോലെ തന്നെ ആന്ധ്രയിലെ സംബന്ധിച്ചിടത്തോളം പ്രധാനപ്പെട്ട നദികൾ ഗോദാവരിയും കൃഷ്ണ റിവറുമാണ്. തമിഴ്നാടിനെ സംബന്ധിച്ചിടത്തോളം ചോള ആൻഡ് പാണ്ഡ്യ കിങ്ഡം ആയിരുന്നു. അവിടുത്തെ പ്രധാന നദി പേനാർ റിവറും കാവേരി നദീ തീരപ്രദേശവുമാണ്. മഹാരാഷ്ട്ര ഈസ് ദ മറാത്തി സ്പീക്കിംഗ് ഏരിയ. മഹാരാഷ്ട്രയിലെ ഭാഷ എന്ന് പറയുന്നത് മറാത്തിയാണ്. അതേപോലെ തന്നെ അവിടെ പ്രധാനമായിട്ടും അവിടുത്തെ മറാത്തി സ്പീക്കിംഗ് ഏരിയ. അതിനുശേഷം മൈസൂരാണ്. അവിടുത്തെ പ്രധാന ഭാഷ കന്നഡ സ്പീക്കിംഗ് പോപ്പുലേഷൻ ആണ്. അവിടുത്തെ പ്രധാന അഗ്രികൾച്ചറൽ ക്രോപ്പ് എന്ന് പറയുന്നത് മില്ലറ്റും മൈസ് തുടങ്ങിയ അഗ്രികൾച്ചറൽ ക്രോപ്പുകളാണ്. അപ്പൊ ഇതാണ് 3rd പാരഗ്രാഫിൽ നിങ്ങൾക്ക് പറഞ്ഞു തരാനുള്ളത്. ഇനി നിങ്ങൾക്ക് എടുക്കാനുള്ളത് റൂട്ടും. അപ്പൊ ഞാൻ 3 പോയിന്റ് ആക്കി തിരിച്ചിരുന്നു ജോഗ്രഫിക്കൽ ഏരിയയെ. ഏതൊക്കെയാണ്? പെനേറിയൽ ഓർ ന്യൂക്ലിയർ ഫോണും, റൂട്ട് ഫോണും, ഫോൺ ഓഫ് റിലേറ്റീവ് ഐസോലേഷനും. അതിലെ പെനേറിയൽ ഓർ ന്യൂക്ലിയർ ഫോണും 3 പാരഗ്രാഫുകളായി നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. ഇനി നമുക്ക് എടുക്കാനുള്ള ടോപ്പിക് റൂട്ട് ഫോൺ. അപ്പൊ കുട്ടികളെ, നമ്മൾ അണ്ടർസ്റ്റാൻഡിങ് ദ ജോഗ്രഫി ഓഫ് ഇന്ത്യയിലെ ഫസ്റ്റ് പോയിന്റ് പറഞ്ഞു കഴിഞ്ഞിരുന്നു. ഫസ്റ്റ് പോയിന്റ് എന്തായിരുന്നു? പെനേറിയൽ ഓർ ന്യൂക്ലിയർ സോൺ. ന്യൂക്ലിയർ സോൺ എന്താ എന്ന് നമ്മൾ അനലൈസ് ചെയ്ത് കഴിഞ്ഞു. ഇനി അതിലെ സെക്കൻഡ് പോയിന്റിലേക്കാണ് കിടക്കുന്നത്. ദ റൂട്ട് സോൺ. ദ റൂട്ട് സോൺ എന്താണ്? റൂട്ട് സോൺ എന്ന് നമുക്ക് നോക്കാം. മാൾവ പ്രൊവൈഡ് എ ടൈപ്പിക്കൽ എക്സാമ്പിൾ ഓഫ് എ റൂട്ട് സോൺ. റൂട്ട് സോണിന് പ്രധാനമായും എക്സാമ്പിൾ ആയിട്ട് ചൂണ്ടിക്കാണിക്കുന്നത് മാൾവയാണ്. മാൾവ പ്രൊവൈഡ്സ് എ ടൈപ്പിക്കൽ എക്സാമ്പിൾ ഓഫ് എ റൂട്ട് സോൺ. ഇറ്റ് കണക്ട് നോർത്ത് ഇന്ത്യ വിത്ത് ദ വെസ്റ്റേൺ കോസ്റ്റ് ആൻഡ് ഡെക്കാൻ. ഇത് ഏതുമായിട്ട് കണക്റ്റഡ് ആണ്? വെസ്റ്റേൺ കോസ്റ്റ് ആൻഡ് ഡെക്കാൻ. അപ്പോൾ റൂട്ട് സോണിന് ഇവിടെ എക്സാമ്പിൾ ആയിട്ട് ചൂണ്ടിക്കാണിക്കുന്നത് മാൾവയാണ്. ആ മാൾവയെ എങ്ങനെയാണ് കണക്ട് ചെയ്യുന്നത്? ഇറ്റ് കണക്ട് നോർത്ത് ഇന്ത്യ, ഇന്ത്യയുടെ നോർത്ത് ഭാഗമായിട്ടുള്ള വെസ്റ്റേൺ കോസ്റ്റ് ആൻഡ് ഡെക്കാൻ. ഇറ്റ് ആക്ട് ആസ് എ പാസേജ് ഫോർ ഇൻവെന്റേഴ്സ് ആൻഡ് ട്രേഡേഴ്സ് ടു reach nuclear zone of attraction. It acts as a passage for inventors and traders to reach nuclear zone of attraction. അതേപോലെ തന്നെ ഈ ഒരു റൂട്ട് സോണിന്റെ അട്രാക്ഷൻ എന്ന് പറയുന്നതും എന്തെന്നെയാണ്? ന്യൂക്ലിയർ സോൺ തന്നെയാണ്. അതായത് ന്യൂക്ലിയർ സോൺ പറഞ്ഞാൽ വറ്റാത്ത ജലലഭ്യതയുള്ള പ്രദേശം തന്നെയാണ് ഏതിലും ഉൾക്കൊള്ളുന്നത്? റൂട്ട് സോണിലും ഉൾക്കൊള്ളുന്നത്. ഇറ്റ് ഈസ് എ ഡിസ്റ്റിങ്ക്റ്റ് കൾച്ചറൽ റീജിയൻ. വ്യത്യസ്തമായ സാംസ്കാരിക പ്രദേശവും. ലേയിങ് ടുവേർഡ് സൗത്ത് ഓഫ് ആരവല്ലി റേഞ്ച്. ഇറ്റ് ഈസ് എ സെമി അരിഡ് റീജിയൻ. അതുകൊണ്ട് തന്നെ ഒരു വ്യത്യസ്ത തരത്തിലുള്ള സാംസ്കാരിക പ്രദേശമായിട്ടുള്ള ആരവല്ലി റേഞ്ചും ഏത് സോണിൽ ഉൾപ്പെടുന്നുണ്ട്? ദ റൂട്ട് സോണിൽ ഉൾപ്പെടുന്നു. അതുകൊണ്ട് അതിനെ സെമി ആരിഡ് റേഞ്ച് എന്നറിയപ്പെടുന്നു. അപ്പൊ നമുക്കറിയാം അത് ഏതിൽ ഉൾപ്പെടുന്നുണ്ട്? ആരവല്ലി റേഞ്ചിൽ ഉൾപ്പെടുന്നത് കൊണ്ട് തന്നെ അതിന് ഏത് പേരിലാണ് അറിയപ്പെടുന്നത്? ഇറ്റ് ഈസ് എ സെമി ആരിഡ് റീജിയൻ എന്ന പേരിലാണ് അറിയപ്പെടുന്നത്. അപ്പൊ ഇതാണ് നമ്മളുടെ അണ്ടർസ്റ്റാൻഡിങ് ജോഗ്രഫി ഓഫ് ഇന്ത്യയുടെ സെക്കൻഡ് പോയിന്റ് ആയിട്ട് പറയുന്നത്. ദ റൂട്ട് സോൺ, the Malwa provide a typical example of a root zone. റൂട്ട് സോണിന്റെ പ്രധാനപ്പെട്ട എക്സാമ്പിൾ ആണ് മാൾവ. അത് എവിടെ എങ്ങനെ കണക്ട് ചെയ്യുന്നുണ്ട്? ഇറ്റ് കണക്ട് നോർത്ത് ഇന്ത്യ വിത്ത് വെസ്റ്റേൺ കോസ്റ്റ് ആൻഡ് ഡെക്കാൻ. And it acts as a passage for inventors and traders to reach nuclear zone of attraction. It is a distinct cultural region. വ്യത്യസ്ത തരത്തിലുള്ള സാംസ്കാരിക പ്രദേശമാണത്. മാത്രല്ല അതൊരു ലേയിങ് ടുവേർഡ് സൗത്ത് ഓഫ് ആരവല്ലി റേഞ്ച്. മാത്രല്ല ആരവല്ലി റേഞ്ച്, സൗത്ത് ഓഫ് ആരവല്ലി റേഞ്ച് ആണ്
ാണ് അത് നിലനിൽക്കുന്നത്. അതുകൊണ്ട് തന്നെ അതിനെ അറിയപ്പെടുന്നത് ഇറ്റ് ഈസ് എ സെമി അറിഡ് റീജിയൻ എന്ന പേരിലാണ് അറിയപ്പെടുന്നത്. ആൻഡ് ദെൻ തേർഡ് പോയിന്റിലേക്കാണ് നമ്മൾ കടക്കുന്നത്. ദ സോൺ ഓഫ് റിലേറ്റീവ് ഐസോലേഷൻ. ഐസോലേറ്റ് ചെയ്യാൻ എന്താ? ഒറ്റപ്പെട്ട പ്രദേശങ്ങൾ. ഐസോലേറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഒറ്റപ്പെട്ട ഭാഗങ്ങളെയാണ് നമ്മൾ എന്ത് പറയുക? ഐസോലേഷൻ എന്ന് പറയുക, ഐസോലേറ്റ് എന്നൊക്കെ പറയാ. അപ്പൊ സോൺ എന്ന് പറഞ്ഞ ഭാഗം, ഐസോലേറ്റ് സോൺ എന്ന് പറഞ്ഞാൽ എന്താ? ഒറ്റപ്പെട്ട ഭാഗങ്ങൾ. ദ സോൺ ഓഫ് റിലേറ്റീവ് ഐസോലേഷൻ ആർ റിലേറ്റീവ്ലി ഇൻആക്സസിബിൾ ആൻഡ് ജിയോഗ്രഫിക്കലി ലേസർ കൺഡ്യൂസീവ് ഏരിയാസ് ഫോർ ഹ്യൂമൻ സെറ്റിൽമെന്റ്. അതായത് the zone of relative isolation are relatively inaccessible and geographically lesser conducive areas for human settlement. ഹ്യൂമൻ സെറ്റിൽമെന്റുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ഒരു ഭൂമിശാസ്ത്രപരമായിട്ടുള്ള ഏരിയയാണ് ഇത്. ലഡാക്ക് ഫോർ ഇൻസ്റ്റൻസ് ഈസ് നോട്ട് ഓൺലി ഐസി കോൾഡ് ബട്ട് റിലേറ്റീവ്ലി കട്ട് ഓഫ് ഡ്യൂ ടു ഹൈ മൗണ്ടൻ റേഞ്ച്. അപ്പൊ ഐസോലേറ്റഡ് റീജിയൻ എന്ന് പറഞ്ഞാൽ എന്താണ്? ഒറ്റപ്പെട്ട പ്രദേശങ്ങൾ. നമ്മുടെ രാജ്യത്തിൽ നിന്നും ഒറ്റപ്പെട്ട പ്രദേശങ്ങളെ, റീജിയനെ തന്നെയാണ് നമ്മൾ എന്ത് പറയുക? ഐസോലേറ്റഡ് റീജിയൻ എന്ന് പറയുക. അതിന് എക്സാമ്പിൾ ആണ് ഏത്? ലഡാക്ക്. അപ്പോ ലഡാക്ക് ഫോർ ഇൻസ്റ്റൻസ് ഈസ് നോട്ട് ഓൺലി ഐസി കോൾഡ്. ഐസി തണുത്തുറഞ്ഞു നിൽക്കുന്ന പ്രദേശങ്ങളാണ് ലഡാക്ക് ഒക്കെ. അപ്പൊ അത്തരം പ്രദേശങ്ങൾ നമ്മുടെ ഇന്ത്യയുടെ മറ്റു പ്രദേശങ്ങളിൽ നിന്നും എങ്ങനെ നിലനിൽക്കുന്നുണ്ട്? ഐസോലേറ്റഡ് ആണ് എന്നാണ് ഇവിടെ സൂചിപ്പിക്കുന്നത്. ലഡാക്ക് ഫോർ ഇൻസ്റ്റൻസ് ഈസ് നോട്ട് ഓൺലി ഐസി കോൾഡ് റിലേറ്റീവ്ലി കട്ട് ഓഫ് ഡ്യൂ ടു ഹൈ മൗണ്ടൻ റേഞ്ച്. മാത്രമല്ല അതൊരു ഉയർന്ന പ്രദേശമാണ്. ഹൈ മൗണ്ടൻ റേഞ്ച്, അതൊരു ഉയർന്ന പ്രദേശമായിട്ടാണ് ലഡാക്ക് നിലകൊള്ളുന്നത്. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് ഇതിലെ സോൺ ഓഫ് റിലേറ്റീവ് ഐസോലേഷനിൽ നമുക്ക് പറയാനുള്ളത്. അപ്പൊ നമ്മള് അണ്ടർസ്റ്റാൻഡിങ് ജിയോഗ്രഫി ഓഫ് ഇന്ത്യയിലെ റൂട്ട് സോൺ കൊടുത്തു, റിലേറ്റീവ് ഐസോലേഷൻ കൊടുത്തു. റിലേറ്റീവ് ഐസോലേഷൻ ആയി അറിയപ്പെടുന്ന മൗണ്ടൻ ആണ് ലഡാക്ക്. ഇനി അതിൽ വരുന്ന സെവറൽ സോണുകളാണ് പറയുന്നത്. ഏതൊക്കെയാണ് സെവറൽ സോൺ ഓഫ് റിലേറ്റീവ് ഐസോലേഷൻ? ഏതാ നോക്കാം. There are in the northern arc. This is constituted by the region adjoining the border of ബലൂചിസ്ഥാൻ ആൻഡ് അഫ്ഗാനിസ്ഥാൻ. അതായത് ഒരുപാട് ഐസോലേറ്റ് ആയിട്ടുള്ള മേഖലകളാണ് ഏതൊക്കെ? ബലൂചിസ്ഥാനും അഫ്ഗാനിസ്ഥാനും. There are the area in the northern arc. This is area in the northern arc. This is constituted by the region adjoining the border of Balochistan and Afghanistan. അപ്പോ സെവറൽ സോൺ ഓഫ് റിലേറ്റീവ് ഐസോലേഷനിൽ വരുന്നത് ഏതൊക്കെയാണ്? ബലൂചിസ്ഥാനും അതേപോലെ തന്നെ അഫ്ഗാനിസ്ഥാനും. സെവറൽ സോൺ ഓഫ് റിലേറ്റീവ് ഐസോലേഷനിൽ വരുന്ന റീജിയൻസിനാണ് ഏതൊക്കെ? ബലൂചിസ്ഥാൻ ആൻഡ് അഫ്ഗാനിസ്ഥാൻ. There are around Galich and Jammu and Kashmir having a unique cultural tradition assimilating Hindus from the plains. അതായത് പിന്നെന്താണ് പറയുന്നത്? The areas around ഗിൽജിറ്റ് ആൻഡ് ജമ്മു ആൻഡ് കാശ്മീർ. ജമ്മു ആൻഡ് കാശ്മീർ എന്നാട്ടോ പറയാ, ജമ്മു കാശ്മീർ എന്നല്ല പറയാ. ജമ്മു ആൻഡ് കാശ്മീർ ഹാവിംഗ് എ യുണിക് കൾച്ചറൽ ട്രഡീഷൻ അസിമുലേറ്റിംഗ് ഇൻ ദ ഹിൻഡസ് ഫ്രം ദ പ്ലെയിൻ. ഹിൻഡസ് ഫ്രം ദ പ്ലെയിൻ. അതായത് അതേപോലെ തന്നെ ഒരു സെവറൽ സോൺ ഓഫ് റിലേറ്റീവ് ഐസോലേഷനിൽ വരുന്ന റീജിയൻ ആണ് ഏത്? ജമ്മു കാശ്മീർ. ജമ്മു കാശ്മീരിനെ സംബന്ധിച്ചിടത്തോളം ട്രഡീഷനും അതേപോലെ ഹിൻഡസും അസിമുലേറ്റ് ചെയ്യുന്ന ഒരു പ്രദേശമാണ്. ട്രഡീഷൻ അസിമുലേറ്റിംഗ് ഹിൻഡസ് ഫ്രം ദ പ്ലെയിൻ. അപ്പോ സെവറൽ സോൺ ഓഫ് റിലേറ്റീവ് ഐസോലേഷനിൽ വരുന്ന ഒരു റീജിയൻ ആണ് ഗിലറ്റ് ആൻഡ് ജമ്മു ആൻഡ് കാശ്മീർ. അവരുടെ പ്രത്യേകത എന്ന് പറയുന്നത് യുണിക് കൾച്ചർ ട്രഡീഷൻ അസിമുലേറ്റിംഗ് ഹിൻഡസ് ഫ്രം ദ പ്ലെയിൻ. ആൻഡ് തേർഡ് പോയിന്റ് ആണ് the areas along the Himalayas in the plain extending through Nepal border, Bhutan and Sikkim and place where the Brahmaputra river enters Assam plains. അതേപോലെ തന്നെ സെവറൽ സോണിൽ വരുന്ന പ്രദേശങ്ങളാണ് ഏതൊക്കെ? സെവറൽ സോണിൽ വരുന്ന മറ്റ് ഉയർന്ന റീജിയൻസ് ആണ് ഹിമാലയം. The area along Himalaya in
ദ പ്ലെയിൻ ത്രൂ നേപ്പാൾ ബോർഡർ. ഹിമാലയത്തിന്റെ ബോർഡർ എത്തുമ്പോഴേക്ക് ഏതാണ്? നേപ്പാൾ ബോർഡർ, ഭൂട്ടാന്, സിക്കിം, ബ്രഹ്മപുത്ര റിവർ എൻഡേഴ്സ് ആസാം പ്ലെയിൻ. ഇതൊക്കെ ഏതിൽ ഉൾപ്പെടുന്നതാണ്? സെവറൽ സോൺ ഓഫ് റിലേറ്റീവ് ഐസോലേഷനിൽ വരുന്നതാണ്. ഇൻ ദ ഹില്ലി ആൻഡ് ഫോറസ്റ്റഡ് ഓഫ് നോർത്ത് ഈസ്റ്റ് ദ ഏരിയ ബിറ്റ്വീൻ ബർമ ആൻഡ് ഇന്ത്യ. അതേപോലെ തന്നെ ഹില്ലി കുന്നും പ്രദേശങ്ങളും അതേപോലെ തന്നെ കാട് നിറഞ്ഞ പ്രദേശങ്ങളും വരുന്ന മേഖലയാണ് ബർമ. ദ രജപുത്ര മാർവാർ ഈസ് എ റീജിയൻ ഓഫ് റിലേറ്റീവ് ഐസോലേഷൻ ഇൻ ദ നോർത്ത് വെസ്റ്റ് ഇന്ത്യ. അതേപോലെ തന്നെ നോർത്ത് വെസ്റ്റ് ഇന്ത്യയുടെ പ്രധാനപ്പെട്ട ഒറ്റപ്പെട്ട പ്രദേശങ്ങളാണ് രജപുത്രയും മാർവാറും. ഇൻ അഡീഷൻ there are two significant zone of isolation in central India. അതേപോലെ തന്നെ സെൻട്രൽ ഇന്ത്യയുടെ കേന്ദ്ര ഭാഗത്ത് 2 പ്രദേശങ്ങൾ വേറെയും വരുന്നുണ്ട്. ഏതൊക്കെ? This is are running through Vindhya Mountain, eastern Gujarat, Narmada River, eastern Banaras, from where Kaimar Hills and visible. അതേപോലെ തന്നെ അഡീഷണലായിട്ട് വരുന്ന ഇന്ത്യയുടെ കേന്ദ്ര ഭാഗത്തിന്റെ സോണുകൾ ഏതൊക്കെയാണ്? ദിസ് ഈസ് ആർ റണ്ണിങ് ത്രൂ വിദ്യാ മൗണ്ടനും അതെവിടെയാണ്? ഈസ്റ്റേൺ ഗുജറാത്ത്, നർമ്മദ റിവർ, ഈസ്റ്റേൺ ബനാറസ്, ഫ്രം ദ കെയ്മർ ഹിൽസ് ആർ വിസിബിൾ. ആൻഡ് സെക്കൻഡ് പോയിന്റ്, ദ മൗണ്ടൻ ടെറൈൻ സൗത്ത് വിദ്യ റേഞ്ച്, നോർത്ത് മഹാരാഷ്ട്ര, മധ്യപ്രദേശ്, നോർത്ത് വെസ്റ്റേൺ ഒറീസ ആൻഡ് സൗത്ത് ഈസ്റ്റേൺ ബീഹാർ. ഇതൊക്കെയാണ് നമ്മളുടെ ഐസോലേറ്റഡ് ആയിട്ടുള്ള സോണുകളായിട്ട്, ഒറ്റപ്പെട്ട സോണുകളായിട്ട് അറിയപ്പെടുന്നത്. ഇപ്പൊ ഇന്ത്യയുടെ ഐസോലേറ്റഡ് സോണുകളായിട്ട് അറിയപ്പെടുന്ന പ്രദേശങ്ങൾ ഏതൊക്കെയാണെന്നാണ് നമ്മൾ പറഞ്ഞു കഴിഞ്ഞത്. ബലൂചിസ്ഥാൻ, അഫ്ഗാനിസ്ഥാൻ, അതേപോലെ തന്നെ ജമ്മു കാശ്മീർ, അതേപോലെ ഹിമാലയത്തിന്റെ ബോർഡർ ആയിട്ട് നേപ്പാൾ ബോർഡർ, ഭൂട്ടാൻ, സിക്കിം, ബ്രഹ്മപുത്ര റിവർ, അതേപോലെ തന്നെ ബർമ, പിന്നെ രജപുത്ര, മാർവാറ്. ഇതൊക്കെ ഇന്ത്യയുടെ ഐസോലേറ്റഡ് പ്രദേശങ്ങളാണ്, സോണുകളാണ്. അത് കൂടാതെ വരുന്നത് ഏതൊക്കെയാണ്? വിദ്യാ മൗണ്ടൻ, ഈസ്റ്റേൺ ഗുജറാത്ത്, നർമ്മദ റിവർ, ഈസ്റ്റേൺ ബനാറസ്, കെയ്മർ, അതേപോലെ തന്നെ വിദ്യ റേഞ്ച്, നോർത്തേൺ അതേപോലെ മഹാരാഷ്ട്ര, മധ്യപ്രദേശ്, നോർത്ത് വെസ്റ്റേൺ ഒറീസ, സൗത്ത് ഈസ്റ്റേൺ ബീഹാർ. ഇതൊക്കെ ഇന്ത്യയുടെ സെവറൽ സോൺ ഓഫ് റിലേറ്റീവ് ഐസോലേഷനിൽ ഉൾപ്പെടുന്ന റീജിയൻസുകളാണ് കേട്ടോ. അപ്പൊ ഇത്രയാണ് അണ്ടർസ്റ്റാൻഡിങ് ജോഗ്രഫി ഓഫ് ഇന്ത്യയിലെ 3 പോയിന്റ്സ് ആണുള്ളത്. അതൊരു ഇമ്പോർട്ടന്റ് എസ്സേ ക്വസ്റ്റ്യൻ ആണ് ഈ ഒരു ടോപ്പിക്ക്. അതിലെ ഫസ്റ്റ് പോയിന്റ് ആയിരുന്നു പെരേറിയൽ ഓർ ന്യൂക്ലിയർ സോണ്, അതേപോലെ സോൺ ഓഫ് റിലേറ്റീവ്, ദ റൂട്ട് സോണ്, ദ സോൺ ഓഫ് റിലേറ്റീവ് ഐസോലേഷൻ. ഇപ്പൊ ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ ഷോർട്ടായിട്ട് എഴുതിയെടുക്കുക, ക്ലാസ് നന്നായിട്ട് മനസ്സിലാക്കുക. അതേപോലെ ഡൗട്ട് ഉണ്ടെങ്കിൽ നമുക്ക് ലൈവ് ക്ലാസ്സിൽ ക്ലിയർ ചെയ്യാം. ഓക്കെ, അപ്പോ യൂണിറ്റ് 1 ലാസ്റ്റ് ടോപ്പിക്കുകളാണ് നമ്മൾ എടുക്കുന്നത്. ശ്രദ്ധിച്ചോളൂ. വീവിംഗ് ഇന്ത്യ ഫ്രം സ്ട്രക്ചറൽ ആൻഡ് കൾച്ചറൽ പെർസ്പെക്റ്റീവ്. വീവിംഗ് ഇന്ത്യ ഫ്രം എ സ്ട്രക്ചറൽ ആൻഡ് കൾച്ചറൽ പെർസ്പെക്റ്റീവ്. ഇന്ത്യയുടെ ഘടനാപരമായിട്ടുള്ള കാഴ്ചപ്പാടുകളെ കുറിച്ചാണ് അവിടെ പറയുന്നത്, വ്യൂ ചെയ്യുന്നത്. അപ്പൊ ഇന്ത്യയുടെ സ്ട്രക്ചറലായിട്ടും ഘടനാപരമായിട്ടും സാംസ്കാരികപരമായിട്ടുമുള്ള പെർസ്പെക്റ്റീവ് പറഞ്ഞ കാഴ്ചപ്പാടുകൾ. ശ്രദ്ധിച്ചോളൂ. സോഷ്യൽ സ്ട്രക്ചർ ആൻഡ് കൾച്ചർ ഓഫ് ഇന്ത്യൻ സിവിലൈസേഷൻ ഈസ് ഡീപ്ലി ഇൻഫ്ലുവൻസ്ഡ് ബൈ ഇറ്റ്സ് പാസ്റ്റ്. അതായത് സോഷ്യൽ സ്ട്രക്ചർ ആൻഡ് കൾച്ചർ ഓഫ് ഇന്ത്യൻ സിവിലൈസേഷൻ ഈസ് ഡീപ്ലി ഇൻഫ്ലുവൻസ്ഡ് ബൈ ഇറ്റ്സ് പാസ്റ്റ്. ഇന്ത്യൻ നാഗരികതയുടെ സാമൂഹിക ഘടനയും സംസ്കാരവും എന്തുമായിട്ട് ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ട്, എന്തുമായിട്ട് സ്വാധീനിക്കുന്നുണ്ട്? പാസ്റ്റ്, കഴിഞ്ഞു പോയ കാര്യങ്ങളുമായി ഇൻഫ്ലുവൻസ് ചെയ്യുന്നു. സോഷ്യൽ സ്ട്രക്ചർ ആൻഡ് കൾച്ചർ ഓഫ് ഇന്ത്യൻ സിവിലൈസേഷൻ ഈസ് ഡീപ്ലി ഇൻഫ്ലുവൻസ്ഡ്. ഡീപ്ലി ഇൻഫ്ലുവൻസ്ഡ് പറഞ്ഞാൽ എന്താണ്? വളരെ വ്യക്തമായി സ്വാധീനിക്കുന്നുണ്ട്. ഏതുമായി? പാസ്റ്റ് പറഞ്ഞ ഭൂതകാലവുമായി, കഴിഞ്ഞുപോയ കാര്യങ്ങളുമായി ഇന്ത്യയുടെ നാഗരികതയുടെ ഘടനയും സംസ്കാരവും വളരെയധികം സ്വാധീനിക്കപ്പെടുന്നു.
The history of Indian civilization reveals that religion, economy, and politics played a significant role in shaping its social structure and culture. അതേപോലെ തന്നെ ഇന്ത്യൻ സിവിലൈസേഷന്റെ ചരിത്രം എന്താണ്? ചരിത്രം എന്നതുകൊണ്ട് എന്താണ് ഉദ്ദേശിക്കുന്നത്? ഹിസ്റ്ററി ഓഫ് ഇന്ത്യൻ സിവിലൈസേഷൻ, ഇന്ത്യൻ നാഗരികതയുടെ ചരിത്രം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് മതപരവും സാമ്പത്തികപരവും രാഷ്ട്രീയപരമായിട്ടുള്ളൊരു സാമൂഹിക ഘടനയും സംസ്കാരവുമാണ്. The history of Indian civilization reveals that religion, economy, politics and significant role in shaping social structure and culture. ഇന്ത്യൻ നാഗരികതയുടെ ചരിത്രം എന്ന് പറയുന്നത് റിലീജിയൻ മതപരവുമായിട്ടും, എക്കോണമി സാമ്പത്തികപരമായിട്ടും, പൊളിറ്റിക്സ് രാഷ്ട്രീയപരമായിട്ടും, സാമൂഹിക ഘടനയിലും സംസ്കാരത്തിലും എന്ത് ചെയ്യുന്നുണ്ട്? പ്രധാന പങ്ക് വഹിക്കുന്നുണ്ട്. ഇറ്റ് മിത്തിക് റിലീജിയസ് പാസ്റ്റ് ആൻഡ് ഡയറക്റ്റ് പൊളിറ്റിക്കൽ പാസ്റ്റ്. മിത്തിക് റിലീജിയസ് പാസ്റ്റ് പറഞ്ഞാൽ എന്താണ്? മിത്ത് പറഞ്ഞാൽ എന്തിനെ നമ്മൾ മിത്ത് പറയാ? അതായത് നമ്മള് മിത്താണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ദൈവികമായ പല കഥകൾ, കെട്ടുകഥകളേനൊക്കെയാണ് മിത്ത് എന്ന് പറയുക. അപ്പൊ മിത്തിക് റിലീജിയസ് പാസ്റ്റും ഡയറക്റ്റ് പൊളിറ്റിക്കൽ പാസ്റ്റുമാണ് നമുക്കുള്ളത്. നമ്മുടെ ഇന്ത്യൻ നാഗരികതയിൽ നിലനിൽക്കുന്ന 2 തരത്തിലുള്ള പാസ്റ്റുകളാണ്. മിത്തിക് റിലീജിയസും ഉണ്ട്, ഡയറക്റ്റ് പൊളിറ്റിക്കൽ പാസ്റ്റും ഉണ്ട്. 2 തരത്തിലുള്ള ഭൂതകാലങ്ങളാണ് ഇന്ത്യൻ നാഗരികതയിൽ അഥവാ ഇന്ത്യൻ സിവിലൈസേഷനിൽ നിലനിൽക്കുന്നത്. മിത്തിക് റിലീജിയസ് പാസ്റ്റും ഉണ്ട്, ഡയറക്റ്റ് പൊളിറ്റിക്കൽ പാസ്റ്റും ഉണ്ട്. which provide a basis to understand mutual alliances and tension between various regional political entities that existed in pre-colonial India. അതേപോലെ തന്നെ which provide basis to understand mutual alliances. എന്താ മ്യൂച്വൽ അലയൻസസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല്? അതായത് മ്യൂച്വൽ അലയൻസസ് എന്നുകൊണ്ട് ഇവിടെ എന്താണ് ഉദ്ദേശിക്കുന്നത്? മ്യൂച്വൽ അലയൻസസ് ആൻഡ് ടെൻഷൻ ബിറ്റ്വീൻ വേരിയസ് റീജിയണൽ പൊളിറ്റിക്കൽ എൻറ്റൈറ്റീസ് ദാറ്റ് എക്സിസ്റ്റഡ് ഇൻ പ്രീ കൊളോണിയൽ ഇന്ത്യ. അതായത് ഒരു പ്രീ കൊളോണിയൽ ഇന്ത്യയെ കുറിച്ച്, പ്രീ കൊളോണിയൽ എന്ന് പറയുമ്പോൾ ബ്രിട്ടീഷ് ഭരണമാണ് അവിടെ വരുന്നത്. അപ്പൊ കൊളോണിയൽ കാലഘട്ടത്തിന് മുമ്പുള്ള ഇന്ത്യയിൽ നിലനിന്നിരുന്ന വിവിധ പ്രാദേശിക രാഷ്ട്രീയ സ്ഥാപനങ്ങൾ തമ്മിലുള്ള ബന്ധത്തെ കുറിച്ചാണ് ഇവിടെ വ്യക്തമാക്കുന്നത്. പ്രീ കൊളോണിയൽ ഇന്ത്യ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? കൊളോണിയൽ കാലഘട്ടത്തിന് മുമ്പുള്ള ഇന്ത്യയിൽ നിലനിന്നിരുന്ന വിവിധ പ്രാദേശിക രാഷ്ട്രീയ സ്ഥാപനങ്ങൾ തമ്മിലുള്ള ബന്ധങ്ങളും അതേപോലെ തന്നെ ടെൻഷൻ എന്ന് പറഞ്ഞാൽ പിരിമുറുക്കങ്ങളും മനസ്സിലാക്കാൻ ഇത് നമുക്ക് സഹായിക്കുന്നു. which provide basis to understand mutual alliances. മ്യൂച്വൽ അലയൻസസ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണ്? ഒരു മ്യൂച്വൽ അലയൻസ് എന്ന് പറഞ്ഞാൽ പരസ്പര സഖ്യം. മ്യൂച്വൽ ആയിട്ടുള്ള അലയൻസ് എന്ന് പറഞ്ഞാൽ പരസ്പര സഖ്യവും അതേപോലെ തന്നെ പിന്നെന്താണ്? ടെൻഷൻ. ടെൻഷൻ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് പിരിമുറുക്കങ്ങളും. എങ്ങനെ പിരിമുറുക്കങ്ങളും മനസ്സിലാക്കാൻ മ്യൂച്വൽ അലയൻസും അതേപോലെ തന്നെ പിരിമുറുക്കങ്ങളും ടെൻഷനും മനസ്സിലാക്കാൻ നമുക്ക് ഏത് സഹായിക്കുന്നുണ്ട്? വിവിധ പ്രാദേശിക രാഷ്ട്രീയ സ്ഥാപനങ്ങൾ തമ്മിലുള്ള പരസ്പര സഖ്യങ്ങളും പിരിമുറുക്കങ്ങളും മനസ്സിലാക്കാൻ ഇത് ഒരു അടിസ്ഥാനം നൽകുന്നുണ്ട്. അപ്പോ ഒന്നും കൂടി വ്യക്തമാക്കി തരാം. കൊളോണിയൽ കാലഘട്ടത്തിന് മുമ്പുള്ള ഇന്ത്യയിൽ നിലനിന്നിരുന്ന വിവിധ പ്രാദേശിക രാഷ്ട്രീയ സ്ഥാപനങ്ങൾ തമ്മിലുള്ള പരസ്പര സഖ്യവും പിരിമുറുക്കങ്ങളും മനസ്സിലാക്കാൻ ഇത് അടിസ്ഥാനം നൽകുന്നു. അതാണ് ഇത്രയും ഇതാണ് ഇതില് വ്യക്തമാക്കുന്നത്. The mythic and the religious are intertwined with the political and myth, such as those whose sacred kinship are often evoked to justify present political hierarchy and relationship. Present political hierarchy and relationship. അതേപോലെ തന്നെ
പിന്നീട് ഇവിടെ എന്താ പറയുന്നു, പുരാണവും മതപരവും രാഷ്ട്രീയവുമായി ഇഴചേർന്നിരിക്കുകയും അതേപോലെ പലപ്പോഴും ഇന്നത്തെ രാഷ്ട്രീയ ശ്രേണികളെയും ബന്ധങ്ങളെയും ന്യായീകരിക്കാൻ ഉപയോഗിക്കുന്നു. ഇപ്പോ മിത്തിക് ആൻഡ് റിലീജിയസ് എന്ന് പറഞ്ഞാൽ എന്താണ്? പുരാണങ്ങളും അതേപോലെ തന്നെ മതപരമായ കാര്യങ്ങളും. അപ്പൊ പുരാണങ്ങളും അതേപോലെ തന്നെ പിന്നെന്താണ്, മതപരമായ കാര്യങ്ങളും രാഷ്ട്രീയമായി പൊളിറ്റിക്കലായിട്ട് എന്ത് ചെയ്യുന്നു, ഇഴചേർന്നിരിക്കുന്നു. മാത്രമല്ല പലപ്പോഴും ഇന്നത്തെ രാഷ്ട്രീയ ശ്രേണികളെയും ബന്ധങ്ങളെയും ന്യായീകരിക്കാൻ ഇത് ഉപയോഗിക്കുന്നു. ജസ്റ്റിഫൈ പ്രസന്റ് പൊളിറ്റിക്കൽ ഹയറാർക്കി ആൻഡ് റിലേഷൻഷിപ്പ്. ആൻഡ് ദെൻ religions such as Buddhism, Jainism, Sikhism and accepted outside religions like Islam and Christianity. ഇനി മതപരമായ കാര്യങ്ങൾ എന്ന് പറയുമ്പോൾ ഇന്ത്യൻ നാഗരികതയിൽ മതപരമായ കാര്യങ്ങൾ എന്ന് പറയുമ്പോൾ എന്തൊക്കെയാ വരുന്നത്? ആദ്യം ഇന്ത്യൻ നാഗരികതയിൽ നിലനിന്നിരുന്ന റിലീജിയൻ ഏതാണ്? മതം ഏതാണ്? ബുദ്ധിസം. അതിനുശേഷം ജൈനിസം, സിക്കിസം. അതിനുശേഷമാണ് ആക്സെപ്റ്റഡ് ഔട്ട്സൈഡ് റിലീജിയസ്. ഒരു പുറത്തുള്ള മതം ഇവിടെ വന്നു. ഏതാണ്? ആക്സെപ്റ്റഡ് ഔട്ട്സൈഡ് റിലീജിയസ് ലൈക്ക് ഇസ്ലാം ആൻഡ് ക്രിസ്ത്യാനിറ്റി. ഇപ്പൊ ഇന്ത്യൻ നാഗരികതയിൽ നിലനിന്നിരുന്ന റിലീജിയൻസ് എന്ന് പറയുന്നത് ബുദ്ധിസവും ജൈനിസവും സിക്കിസവുമായിരുന്നു. ഈ ബുദ്ധിസത്തിൽ നിന്നും ജൈനിസത്തിൽ നിന്നും സിക്കിസത്തിൽ നിന്നുമാണ് ഇന്ത്യൻ നാഗരികതയുടെ മതപരമായ കാര്യങ്ങൾക്ക് തുടക്കം കുറിച്ചത്. പിന്നീടാണ് എന്ത് വന്നത്? ഔട്ട്സൈഡ് റിലീജിയസ് വന്നത്. ഏതൊക്കെ? ഇസ്ലാം ആൻഡ് ക്രിസ്ത്യാനിറ്റി. അപ്പൊ ഇന്ത്യൻ നാഗരികതയിലെ ഇന്ത്യൻ സിവിലൈസേഷനിലെ ഔട്ട്സൈഡ് റിലീജിയസ് ആയിട്ട് അറിയപ്പെടുന്ന മതവിഭാഗങ്ങൾ ഇസ്ലാമും അതേപോലെ തന്നെ ക്രിസ്ത്യാനിറ്റിയുമാണ്. The great tradition of India in terms of the hierarchy of Varna order and prolific Jati system is an all-encompassing of social order that has so promulgated the Indian subcontinent that incoming religions such as Islam and Christianity have also accepted this social order in practice, not in ideology. അതേപോലെ തന്നെ the great tradition of India in terms of hierarchy of Varna order. ഇന്ത്യയിൽ നിലനിന്നിരുന്ന പരമ്പരാഗത രീതി എന്ന് പറയുന്നത്, ഇന്ത്യയിൽ നിലനിന്നിരുന്ന ഗ്രേറ്റ് ട്രഡീഷൻ അഥവാ പരമ്പരാഗത രീതി എന്ന് പറയുന്നത് ഏതായിരുന്നു? ഹയറാർക്കി. ഹയറാർക്കി പറഞ്ഞാൽ എന്താ? ശ്രേണി. ശ്രേണിയിലെ വർണ്ണ ഓർഡർ, നിറത്തിന്റെ അടിസ്ഥാനത്തിലുള്ള ഒരു ശ്രേണിയാണ് ഇന്ത്യയിൽ നിലനിന്നിരുന്ന പരമ്പരാഗത രീതി. നിറത്തിന്റെ അടിസ്ഥാനത്തിൽ വർണ്ണം എന്ന് പറഞ്ഞാൽ നിറം, നിറത്തിന്റെ അടിസ്ഥാനത്തിൽ നിലനിന്നിരുന്ന ഒരു ഹയറാർക്കി ആയിരുന്നു ഇന്ത്യയിൽ നിലനിന്നിരുന്ന ശ്രേണിയായിട്ട് കണക്കാക്കപ്പെട്ടിരുന്നത്. അതിനുശേഷം ആ ശ്രേണി സമ്പ്രദായത്തിൽ നിന്നും പിന്നെ ജാതി സിസ്റ്റത്തിലേക്ക് മാറുകയും in all encompassing system of social order that has permitted the Indian subcontinent that it incoming religions such as Islam and Christianity have also accepted this social order in practice if not in ideology. അതേപോലെ തന്നെ അപ്പോൾ വർണ്ണക്രമത്തിന്റെ ശ്രേണിയുടെയും ഇതായിട്ട് ജാതി നിലനിൽക്കുകയും അതേപോലെ പിന്നെ ഇന്ത്യയില് വ്യാപിച്ചു കിടക്കുന്ന ഒരു സാമൂഹിക ക്രമമായിട്ട് ഏത് മാറി എന്നാ പറയുന്നത്? ഇസ്ലാം മതവും ക്രിസ്തു മതവും മാറുകയും ചെയ്തു. അത് പ്രത്യയശാസ്ത്രപരമായിട്ട് എന്ത് ചെയ്യപ്പെടുന്നില്ല, പ്രത്യയശാസ്ത്രത്തിൽ ഇല്ലെങ്കിൽ പോലും അത് പിന്നീട് ഇവിടെ പ്രായോഗികമായി നിലനിൽക്കുകയും ചെയ്തു. അപ്പൊ ആദ്യ കാലഘട്ടത്തില് ഗ്രേറ്റ് ട്രഡീഷൻ ഓഫ് ഇന്ത്യ ടേംസ് ഓഫ് ഹയറാർക്കി ഓഫ് വർണ്ണ ഓർഡർ, ഇന്ത്യയിലെ ഗ്രേറ്റ് ട്രഡീഷൻ ആയിട്ട് അറിയപ്പെട്ടിരുന്നത് ഹയറാർക്കിയിലെ ശ്രേണിയിലെ വർണ്ണമായിരുന്നു, നിറത്തിന്റെ അടിസ്ഥാനത്തിലായിരുന്നു. അതിൽ നിന്ന് പിന്നെ എന്തിലേക്ക് മാറി? ജാതി സിസ്റ്റത്തിലേക്ക് മാറുകയും അതും കഴിഞ്ഞിട്ടാണ് നമ്മൾ മറ്റൊരു രീതിയിലേക്ക് പോന്നു. അതാണ് ഏത്? ഇസ്ലാം ആൻഡ് ക്രിസ്ത്യാനിറ്റി. പക്ഷേ ഇസ്ലാം ആൻഡ് ക്രിസ്ത്യാനിറ്റി എന്ത് അക്സെപ്റ്റ് ചെയ്യുന്നില്ല? പ്രത്യയശാസ്ത്രപരമായിട്ട് ഇതിനെ
ആക്സെപ്റ്റ് ചെയ്യുന്നില്ലെങ്കിൽ പോലും ഇന്ന് ഇവിടെ നിലനിൽക്കുന്ന മതവിഭാഗങ്ങളിലെ ഏറ്റവും പ്രധാനപ്പെട്ടതായിട്ടാണ് ഏതിനെ അറിയപ്പെടുന്നത്? ഇസ്ലാമിനെയും ക്രിസ്ത്യാനിറ്റിയെയും അറിയപ്പെടുന്നത്. ഇത്രയും കാര്യങ്ങളെയാണ് വീവിംഗ് ഇന്ത്യ ഫ്രം സ്ട്രക്ചറൽ ആൻഡ് കൾച്ചറൽ പെർസ്പെക്റ്റീവ് എന്ന് പറയുന്നത്. ഇന്ത്യയുടെ ഘടനാപരവും സാംസ്കാരികപരമായിട്ടുള്ള കാഴ്ചപ്പാട് എന്ന് പറയുന്നത്. അടുത്തതായിട്ട് നമുക്ക് എടുക്കാനുള്ളത് ഡിസ്കോഴ്സ് ഓൺ ഇന്ത്യ സിവിലൈസേഷണൽ യൂണിറ്റി. ഇന്ത്യൻ നാഗരികതയുടെ യൂണിറ്റി പറഞ്ഞാൽ എന്താ? ഒരുമ. ഇന്ത്യൻ നാഗരികതയുടെ ഒരുമയെ കുറിച്ച്, യൂണിറ്റിയെ കുറിച്ചാണ് നമ്മൾക്ക് ഇനി ഡിസ്കഷൻ നടത്താനുള്ളത്. അക്കോർഡിംഗ് ടു ദിസ് വ്യൂ, ഇന്ത്യ ഈസ് ലാൻഡ് ഓഫ് കോമ്പോസൈറ്റ് കൾച്ചർ റിലേറ്റീവ് ഓഫ് യൂണിറ്റി ആൻഡ് ഡൈവേഴ്സിറ്റി. ഇന്ത്യയുടെ സംസ്കാരത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഘടകമാണ് റിഫ്ലക്റ്റീവ് ഓഫ് യൂണിറ്റി ആൻഡ് ഡൈവേഴ്സിറ്റി, ഒരുമയും വൈവിധ്യവും. ഡൈവേഴ്സിഫൈഡ് അഥവാ ഡൈവേഴ്സിറ്റി പറഞ്ഞാൽ എന്താ? വൈവിധ്യം. യൂണിറ്റി പറഞ്ഞാൽ ഒരുമ. അപ്പൊ ഇന്ത്യൻ നാഗരികതയുടെ ഏറ്റവും പ്രധാനപ്പെട്ട അല്ലെങ്കിൽ ഇന്ത്യൻ സംസ്കാരത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഘടകമായിട്ടാണ് യൂണിറ്റിയെയും ഡൈവേഴ്സിറ്റിയെയും പരിഗണിക്കുന്നത്. ആൻഡ് ദെൻ സെക്കൻഡ് പാരഗ്രാഫ് ആണ് അതില്. ദ അഡ്വക്കേറ്റ് ഓഫ് ദ ഫസ്റ്റ് വ്യൂ ആർ ദോസ് ഹു ഫാൾ ഇൻ ലൈൻ വിത്ത് ജോഗ്രഫേഴ്സ് സെപ്പറേറ്റഡ് തോട്ട് ദാറ്റ് ഹിസ്റ്റോറിക്കലി ഇന്ത്യ ഈസ് കോൺസ്റ്റിറ്റ്യൂട്ടഡ് ഓഫ് പ്രണറിയൽ ന്യൂക്ലിയർ region. Advocated the first view are those who fall in line with geographers separate thought in historically India constituted planetary or nuclear region. പക്ഷേ ഇന്ത്യയെ ഭൂമിശാസ്ത്രപരമായിട്ട് എങ്ങനെ തരംതിരിച്ചിരുന്നു എന്നാ പറയുന്നത്? പ്രണറിയൽ ആയിട്ടും അതേപോലെ തന്നെ പിന്നെ ഏത് രീതിയിലാണ് തരംതിരിച്ചിട്ടുള്ളത്? ന്യൂക്ലിയർ അഥവാ പ്രണറിയൽ ആയിട്ട് ഇന്ത്യൻ ഭൂമിശാസ്ത്രത്തെ തരംതിരിച്ചിട്ടുണ്ട്. അതായത് ഭൂമിശാസ്ത്രപരമായ ചിന്തയുമായി നോക്കുമ്പോൾ ദ അഡ്വക്കേറ്റ് ദ ഫസ്റ്റ് വ്യൂ ദോസ് ഹു ഫാളിംഗ് ദ ജോഗ്രഫർ, ഭൂമിശാസ്ത്രപരമായിട്ട് ചിന്തിക്കുകയാണെങ്കിൽ ഇന്ത്യയെ ഏതൊക്കെ പ്രദേശങ്ങളായിട്ടാ തിരിച്ചിട്ടുള്ളത്? പ്രണറിയൽ ഓർ ന്യൂക്ലിയർ. പ്രണറിയൽ എന്ന് പറഞ്ഞാൽ വറ്റാത്ത ഭൂമി, അതായത് നീര് അഥവാ വെള്ളത്തിന്റെ അംശമുള്ള പ്രദേശം എന്ന രീതിയിൽ ഭൂമിശാസ്ത്രപരമായി ഇന്ത്യയെ തരംതിരിച്ചിട്ടുണ്ട്. അപ്പൊ ഇന്ത്യനെ എങ്ങനെ തരംതിരിച്ചിട്ടുണ്ട് എന്നാ പറയുന്നത്? ഭൂമിശാസ്ത്രപരമായിട്ടാണ് ഇന്ത്യയെ തരംതിരിച്ചിട്ടുള്ളത്. which have played a crucial role in shaping and structuring its regional geography and socio-cultural and political history. ചരിത്രപരമായി ഇന്ത്യ ചരിത്രപരമായിട്ട് ഇന്ത്യ ഒരു ഇത്തരം എങ്ങനത്തെ പ്രദേശങ്ങളാലാണ് നിലനിൽക്കുന്നത്? അപ്പൊ ചരിത്രപരമായി ഇന്ത്യ ഒരു ന്യൂക്ലിയർ അഥവാ മറ്റാത്ത പ്രദേശങ്ങളാൽ നിലനിൽക്കപ്പെടുന്നവയാണ്. മാത്രല്ല ഇന്ത്യയുടെ പ്രാദേശിക ഭൂമിശാസ്ത്രത്തെയും സാമൂഹിക സാംസ്കാരിക രാഷ്ട്രീയ ചരിത്രത്തെയും രൂപപ്പെടുത്തുന്നതിലും ഘടനാപരമാക്കുന്നതിലും അവ നിർണായകമായ പങ്കുവഹിച്ചിട്ടുണ്ട്. which have played a crucial role in shaping and structural regional geography and socio-cultural and political history. അതായത് ഇന്ത്യയുടെ സാമൂഹിക സാംസ്കാരിക രാഷ്ട്രീയ ചരിത്രപരമായിട്ട് ഇന്ത്യയെ വളരെയധികം സ്വാധീനിക്കുന്നുണ്ട്? ഇന്ത്യയുടെ ഭൂമിശാസ്ത്രപരമായിട്ടുള്ള പ്രദേശങ്ങൾ ഇന്ത്യയെ വളരെയധികം സ്വാധീനിക്കുന്നുണ്ട്. which have played a crucial role in shaping and structuring its regional geography. റീജിയണൽ ജോഗ്രഫി പറഞ്ഞാൽ എന്താ? ഭൂമിശാസ്ത്രപരമായ പ്രദേശങ്ങൾ. സോഷ്യോ കൾച്ചറൽ ആൻഡ് പൊളിറ്റിക്കൽ ഹിസ്റ്ററി. അപ്പോ ഇന്ത്യയുടെ ഭൂമിശാസ്ത്രപരമായ പ്രദേശങ്ങൾ ഇന്ത്യയെ സാമൂഹികമായും സാംസ്കാരികമായും രാഷ്ട്രീയപരമായിട്ടും എന്ത് ചെയ്യുന്നുണ്ട്? വളരെയധികം പ്രാധാന്യം കൽപ്പിക്കുന്നുണ്ട്. ഇതാണ് ഈ ഒരു സെക്കൻഡ് പാരഗ്രാഫിൽ പറയുന്നത്. ആൻഡ് തേർഡ് പാരഗ്രാഫിൽ എന്താ പറയുന്നത് എന്ന് നമുക്ക് നോക്കാം. ദാറ്റ് റീജിയണലിസം ഈസ് എ ഫോഴ്സ് വിച്ച് ചലഞ്ചസ് ദ ഐഡിയ ഓഫ് ആൻ ഓൾ ഇന്ത്യൻ സിവിലൈസേഷൻ emerges clearing in the colonial work Hobson, Jobson and that of Strachey. This work with unity of India are artificially created by the colonial conquest of the
country that could last until the exercise of imperial power. അതായത് തേർഡ് പാരഗ്രാഫിൽ പറയാണ്, പ്രാദേശികവാദം എന്നത് ഒരു മുഴുവൻ ആശയത്തെ വെല്ലുവിളിക്കുന്ന ഒരു ശക്തിയാണ്. കൊളോണിയൽ കൃതികളായ ഹോബ്സൺ ജോബ്സണിന്റെയും കൃതികളിൽ ഇത് വ്യക്തമായി പ്രതിപാദിക്കുന്നുണ്ട്. റീജിയണലിസം ഈസ് എ ഫോഴ്സ് വിച്ച് ചാലഞ്ചസ് ദ ഐഡിയ ഓഫ് ആൻ ഓൾ ഇന്ത്യൻ സിവിലൈസേഷൻ. പ്രാദേശികവാദം, റീജിയണലിസം എന്ന് പറഞ്ഞാൽ എന്താ? പ്രാദേശികവാദം ഇന്ത്യൻ സിവിലൈസേഷനെ വെല്ലുവിളിക്കുന്ന ഒന്നാണ്. ഇതിനെക്കുറിച്ച് ഏതിൽ പ്രതിപാദിക്കുന്നുണ്ട്? ഹോബ്സണിന്റെയും ജോബ്സണിന്റെയും കൃതികളിൽ പ്രതിപാദിക്കുന്നുണ്ട്. That regionalism is a force which challenges the idea of an all Indian civilization. അതായത് പ്രാദേശികവാദം എന്തിനെ ചലഞ്ച് ചെയ്യുന്നുണ്ട് എന്നാ പറയുന്നത്? പ്രാദേശികവാദം ഇന്ത്യൻ നാഗരികതയെ വെല്ലുവിളിക്കുന്നുണ്ട്. അതിനെ കുറിച്ച് ഏതിൽ പ്രതിപാദിക്കുന്നുണ്ട്? ഹോബ്സണിന്റെയും ജോബ്സണിന്റെയും കൃതികളിൽ പ്രതിപാദിക്കുന്നുണ്ട്. This work view unity of India artificially created by the colonial conquest of the country that would last until the exercise of imperial power. അതേപോലെ തന്നെ പിന്നീട് എന്താണ് അവിടെ ഉദ്ദേശിക്കുന്നത്? അതേപോലെ പിന്നെന്താണ് ഉദ്ദേശിക്കുന്നത്? കൊളോണിയൽ രാജ്യത്തിന്റെ അധിനിവേശത്തിലൂടെ കൃത്യമായി സൃഷ്ടിക്കപ്പെട്ടതാണ് ഇന്ത്യയുടെ ഐക്യമെന്ന് ഈ കൃതികൾ കാണിക്കുന്നു. അപ്പോ കൊളോണിയൽ അധിനിവേശത്തിലൂടെ കൃത്യമായി സൃഷ്ടിക്കപ്പെട്ടതാണ് ഇന്ത്യയുടെ യൂണിറ്റി. കൊളോണിയൽ അധിനിവേശത്തിലൂടെ കൃത്യമായി രൂപീകൃതമായതാണ് ഇന്ത്യൻ ഐക്യമെന്ന് ഈ കൃതികൾ ചൂണ്ടിക്കാണിക്കുന്നു. അപ്പൊ ഈ കൃതികൾ എന്താണ് ചൂണ്ടിക്കാണിക്കുന്നത്? ദിസ് വർക്ക് വ്യൂ യൂണിറ്റി ഓഫ് ഇന്ത്യ artificially created by the colonial conquest of the country would last until the exercise of imperial power. അതായത് ഈ കൃതികളിലൂടെ നമുക്ക് ചൂണ്ടിക്കാണിക്കുന്നു കൊളോണിയൽ അധിനിവേശമാണ് ഇന്ത്യന്റെ യൂണിറ്റിക്ക് കാരണമായത് എന്ന് ഈ കൃതികൾ നമ്മൾക്ക് ചൂണ്ടിക്കാണിക്കുന്നു. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് ഡിസ്കോഴ്സ് ഓൺ ഇന്ത്യ സിവിലൈസേഷൻ യൂണിറ്റി എന്ന ഈ ഒരു ടോപ്പിക്കിൽ പറയാനുള്ളത്. ഇപ്പൊ ഈ യൂണിറ്റിൽ വരുന്ന എല്ലാ ടോപ്പിക്കുകളും നമ്മൾ എടുത്തു കഴിഞ്ഞു. ഏതൊക്കെ ടോപ്പിക്കാണ് എടുത്തിരുന്നത് എന്ന് ഒന്നുകൂടി ജസ്റ്റ് പറയാം. അപ്രോച്ച് ഓഫ് ദ സ്റ്റഡി ഓഫ് ഇന്ത്യൻ സിവിലൈസേഷൻ, അതിൽ 4 പോയിന്റുകൾ എടുത്തു. കാറ്റലോഗിങ് ട്രേറ്റ് എടുത്തു, റീഡിംഗ് ഓഫ് കൾച്ചറൽ എസൻസ് എടുത്തു, സ്റ്റഡി ഓഫ് കൾച്ചറൽ കമ്മ്യൂണിക്കേഷൻ ആൻഡ് അനലൈസിങ് ഇന്ത്യൻ സിവിലൈസേഷൻ ആസ് എ ടൈപ്പ്. അതിനുശേഷം നമ്മൾ എടുത്തത് അണ്ടർസ്റ്റാൻഡിങ് ദ ജോഗ്രഫി ഓഫ് ഇന്ത്യ, പ്രണാറിയൽ ഓർ ന്യൂക്ലിയർ സോൺ എടുത്തു, ദ റൂട്ട് സോൺ എടുത്തു, ദ സോൺ ഓഫ് റിലേറ്റീവ് ഐസോലേഷൻ എടുത്തു. പിന്നെ നമ്മള് വീവിംഗ് ഇന്ത്യ ഫ്രം സ്ട്രക്ചറൽ ആൻഡ് കൾച്ചറൽ പെർസ്പെക്റ്റീവും ഡിസ്കോഴ്സ് ഓൺ ഇന്ത്യ സിവിലൈസേഷൻ യൂണിറ്റി. ഇപ്പൊ ഇത്രയും കാര്യങ്ങളാണ് ഇതിൽ നിങ്ങൾക്ക് മനസ്സിലാക്കാനായിട്ടുള്ളത്. ഓക്കെ.